ഷെയ്ഖ് ലഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ എന്ന് പറയുന്ന ഒരു മഹാനും അദ്ദേഹത്തിന്റെ ഏതാനും ചില അനുചരന്മാരും ആദം മല കാണുന്നതിന് വേണ്ടി ഒരു സഞ്ചാരം നടത്തിയപ്പോൾ ശ്രീലങ്കയിലേക്ക് ആദം മല കാണാൻ വേണ്ടി അവർ പോകുമ്പോൾ വഴിക്ക് വെച്ച് കൊടുങ്ങല്ലൂരിൽ അവർ ഇറങ്ങി വിശ്രമിക്കുകയും ആ കൊടുങ്ങല്ലൂരിൽ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ പരദേശികളായ ആളുകൾ നാട്ടിൽ വന്ന വിവരമറിഞ്ഞ് കൊടുങ്ങല്ലൂർ തമ്പുരാൻ അവരെ വിളിക്കുകയും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് വന്നത്, എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുകയും അന്യ നാട്ടുകാരെ അദ്ദേഹം വിളിച്ച് ഈ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അറബ് നാട്ടിൽ നിന്ന് വരുന്നു, ഞങ്ങൾ ശ്രീലങ്കയിലേക്ക് പോകുന്നു. ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അറബ് നാട്ടിൽ നിന്ന് വരുന്ന അവരോട് താൻ കണ്ട ഈ സ്വപ്നത്തെക്കുറിച്ച് രാജാവ് ചോദിക്കുകയും ചന്ദ്രന്റെ പിളർപ്പിനെക്കുറിച്ച് അവരോട് പറയുകയും ചെയ്തപ്പോൾ അവർ കൃത്യമായി പറഞ്ഞു കൊടുത്തു, അത് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന നാഴികക്കാണ് നടന്നത്. രാജാവ് എഴുതി വെച്ച തോലയിൽ അങ്ങനെ തന്നെ രാജാവ് കണ്ട സംഭവം ഇവരും കണ്ടിട്ടുണ്ട്, ഇവരതിന് സാക്ഷികളാണ്. അവർ പറഞ്ഞു കൊടുത്തു, അത് ഞങ്ങളുടെ പരിശുദ്ധ പ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ ചെയ്ത പ്രവർത്തനമാണ്. ആ പ്രവർത്തനം പരിശുദ്ധതയും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, മൗലിദിലുണ്ടല്ലോ, അൽ ബദ്റു ശുക്ക ബി അംരിഹി വശംസു ഇദ് വറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അൽ ബദ്റു ശുക്ക ബി അംരിഹി, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ കൽപ്പന പ്രകാരം പൂർണ്ണചന്ദ്രൻ പിളർന്നുപോയി. ഈ സംഭവം അവർ പറഞ്ഞപ്പോൾ ശരിക്കും ബോധ്യപ്പെട്ട രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞാനും വരുന്നുണ്ട് നിങ്ങളെ കൂടെ. അങ്ങനെ അവരുടെ കൂടെ രാജാവ് മക്കത്ത് പോകാൻ തീരുമാനിക്കുകയും അദ്ദേഹം പരിശുദ്ധ മക്കയിലേക്ക് പോവുകയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന മഹാനെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അദ്ദേഹത്തെ പേര് കൊണ്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മൊഹീദ്ദീൻ മാല അറിയാത്തവർ പഴയ തലമുറയിൽ വളരെ കുറവാണ്. മൊഹീദ്ദീൻ മാലയുടെ കർത്താവാണ് ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ്. ആ മഹാനുഭാവൻ, ഈ ഖാദി മുഹമ്മദ് എന്ന പണ്ഡിതൻ അതുപോലത്തെ ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. ആ കൃതികളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഫതഹുൽ മുബീൻ എന്ന് പറയുന്ന ഒരു ചരിത്ര കാവ്യം. പോർച്ചുഗൽ ആധിപത്യത്തിനെതിരെ മുസ്ലിം സമൂഹത്തെ സഹായിച്ച സാമൂതിരി മഹാരാജാവിന്റെ ചരിത്രമാണ് ബഹുമാനപ്പെട്ട അന്നത്തെ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഖാദി ജനങ്ങൾക്ക് സമ്മാനിച്ചത്. ഹിന്ദു മുസ്ലിം മൈത്രി ബന്ധത്തിന്റെ പ്രതീകമാണത്, സംഘടനത്തിന്റെ ചരിത്രമല്ല. മുസ്ലിമീങ്ങളുടെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി സാമൂതിരി രാജാവ് സഹായം ചെയ്തു കൊടുത്തപ്പോൾ ആ സാമൂതിരി മഹാരാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എഴുതിയ മനോഹരമായ കാവ്യം, അതിനാണ് ഫതഹുൽ മുബീൻ എന്ന് പേരിട്ടത്. ആ ഫതഹുൽ മുബീന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ എങ്ങനെ ദീൻ വന്നു എന്ന്. ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം, ഇൻഷിഖാഖുൽ ഖമർ കണ്ടുകൊണ്ട് രാജാവ് വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിന്ന. അങ്ങനെ തന്നെ ഖാദി മുഹമ്മദിന്റെ ഫതഹുൽ മുബീനിലുണ്ട്, ലമ്മാറ അൻഷിഖാഖഹ മിൻ ബൽദതി സഫറ ഖുഫിയതൻ ഇലാ സിയാറതി ഹത്താ അതായില നബി വമന ബില്ലാഹി വന്നബി ഫസറ മുഅ്മിന. മഹാനായ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ലമ്മാറ അൻഷിഖാഖഹ മിൻ ബൽദതിൻ, നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ചന്ദ്രന്റെ പിളർപ്പ് അദ്ദേഹം കണ്ടപ്പോൾ സഫറ ഖുഫിയതൻ ഇലാ സിയാറതി, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് സിയാറത്തിന് അദ്ദേഹം പോകാൻ തീരുമാനിക്കുകയാണ്. എത്രത്തോളം അദ്ദേഹം ചെയ്തു, ഹത്താ അതായില നബി വആമന ബില്ലാഹി വന്നബി ഫസറ മുഅ്മിന. അങ്ങ് പരിശുദ്ധ അറേബ്യയിൽ പോയി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ കണ്ടുകൊണ്ട് മുസ്ലിമായി. അങ്ങനെ അദ്ദേഹം അവിടുന്ന് മടങ്ങുന്ന സമയത്ത് മലബാറിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ ഈ പ്രദേശത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി തിരിച്ചു വരുമ്പോൾ അസാബഹുൽ മൗതു ഫിൽ ലഫാർ, ലഫാർ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് മരണം ബാധിച്ചു എന്ന് ഖാദി മുഹമ്മദ് തങ്ങൾ എഴുതി. ഒരുപാട് ഗ്രന്ഥം എഴുതിയ പ്രമുഖനായ ചരിത്രകാരന്റെ വിലയിരുത്തലാണ്, തെറ്റൂല. ആ രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുമായി ഇങ്ങോട്ട് മിഷണറികൾ തിരിച്ചു അദ്ദേഹത്തിന്റെ സമ്മതപ്രകാരം. ആ കൂട്ടത്തിൽ ഇസ്ലാമോടെ പ്രചരിച്ചതിന്റെ ചരിത്ര ചിത്രം പഠിച്ചു നോക്കും നിങ്ങൾ. ആ ചരിത്രങ്ങൾ ഒന്നുമേ നമുക്ക് മറക്കാൻ കഴിയില്ല. കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇവരുടെ വരവാണ്. കൊടുങ്ങല്ലൂരിൽ വന്നു അവരൊരു പള്ളി ഉണ്ടാക്കി. പിന്നെ 10 പള്ളികൾ നമ്മുടെ കേരളത്തിൽ അവരുണ്ടാക്കി. അവർ കാസർഗോഡ് ഉണ്ടാക്കി, മംഗലാപുരത്തുണ്ടാക്കി, ശ്രീകണ്ഠപുരത്തുണ്ടാക്കി, മാടായിലുണ്ടാക്കി, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുണ്ടാക്കി, മറ്റു സ്ഥലത്തൊക്കെ. അതിൽപ്പെട്ട പള്ളിയാണ് കൊയിലാണ്ടി പാറപ്പള്ളി അടക്കമുള്ള പള്ളികൾ എന്നുകൂടി പറയപ്പെടുന്നു. അത്ര പ്രസിദ്ധമായ ദീനീ പ്രബോധനത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ ഒരു സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടന്നത്. ചരിത്രം പഠിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അന്ന് കൊടുങ്ങല്ലൂർ തമ്പുരാൻ യാത്ര പോകുമ്പോൾ
അദ്ദേഹം ധർമ്മടത്ത് വന്ന് തന്റെ പെങ്ങളെ കണ്ട് രാജ്യഭാരത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് പെങ്ങളുടെ മകൻ അന്ന് അദ്ദേഹത്തിന്റെ അനന്തിരവനായ കോഹിനൂർ രാജകുമാരനെയും കൊണ്ടാണ് പോയത്. പെങ്ങള് പറഞ്ഞു, നിങ്ങൾ ഈ മകനെയും കൊണ്ട് പൊയ്ക്കോ, കോഹിനൂറിനെയും കൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകനെയും കൊണ്ടാണ് മക്കത്തേക്ക് പോയത്. ആ മകനാണ് ഇസ്ലാം മതം വിശ്വസിച്ചുകൊണ്ട് സൈഫുദ്ദീൻ അലി എന്ന പേര് സ്വീകരിച്ച് കേരളത്തിലേക്ക് വന്നത്. ഈ സൈഫുദ്ദീൻ അലിയാണ് പിന്നെ ആലി രാജാവായി മാറിയത്. സൈഫുദ്ദീൻ അലി ആലി രാജാവായി മാറിയ ചരിത്രം ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. കെട്ടുകഥയല്ല, പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ സൈഫുദ്ദീൻ അലി എന്ന് പറഞ്ഞുകൊണ്ട് ബാണപ്പെരുമാളിന്റെ കൂടെ മക്കത്ത് പോയി ഇസ്ലാം മതം വിശ്വസിച്ച ഈ കുട്ടി തിരിച്ചു വരുമ്പോ അദ്ദേഹം നേരെ ധർമ്മടത്തേക്ക് പോകുന്നതിന് പകരം, തന്റെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം അപ്പു എന്നൊരു അലക്കുകാരന്റെ വീട് അദ്ദേഹം വിലക്ക് വാങ്ങിയിട്ട് ആ വീട്ടിൽ താമസമാക്കി. ഇദ്ദേഹത്തിന്റെ പുതിയ ജീവരീതിയും ഇസ്ലാമൊക്കെ കണ്ടപ്പോ അപ്പു എന്ന അലക്കുകാരൻ മുസ്ലിമായി, അപ്പുവിന്റെ ഭാര്യ മുസ്ലിമായി. അങ്ങനെ അദ്ദേഹം അവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഏഴിമലയിൽ പോയി മടങ്ങുകയാണ്. കുടുംബസ്വത്തൊക്കെ ഒന്ന് നോക്കുന്നതിന് വേണ്ടി ഏഴിമലയിൽ പോയി ഇന്ന് മടങ്ങി വരുന്ന സമയത്ത് എല്ലാ ചരിത്രകാരന്മാരും എഴുതി വെച്ച ചരിത്രത്തിൽ കാണാം. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്ര ചിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. കൾച്ചറൽ സിംബയോസിസ് ഇൻ കേരള എന്ന പുസ്തകം KKN കുറുപ്പിന്റെ പുസ്തകമുണ്ട്. MGS നാരായണൻ സാർ വേറെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിലൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് പുഴയോരത്ത് കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പുഴയിലൊരു വലിയ ശബ്ദം കേട്ടു. ഒരു പെൺകുട്ടി ആർത്തലച്ച് വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന രംഗം അദ്ദേഹം നോക്കിയപ്പോൾ കണ്ടു. അദ്ദേഹം നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. സൈഫുദ്ദീൻ എടുത്തു ചാടിയിട്ട് ആ പെണ്ണിനെ പിടിച്ചു വലിച്ച് കരക്ക് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി. ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി നോക്കുമ്പോൾ ആ പെണ്ണ് ഈ വെള്ളത്തിന്റെ ഒഴുക്കിൽ ആ പെണ്ണിന്റെ വസ്ത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വസ്ത്രമില്ലാത്ത ആ പെണ്ണിനെ അദ്ദേഹം തന്നെ മേൽമുണ്ടെടുത്ത് ഉടുപ്പിച്ചു കൊടുത്തു. മേൽമുണ്ടെടുത്ത് ഉടുപ്പിച്ചു കൊടുത്തപ്പോഴോ ആ പെണ്ണിന്റെ തോഴിമാരും ബന്ധപ്പെട്ടവരും ഒക്കെ ഓടി വരുന്നുണ്ട് പെണ്ണിനെ അന്വേഷിച്ചിട്ട്. അവർ കണ്ടപ്പോൾ സന്തോഷമായി. കാരണം ഇത് സാധാരണ പെണ്ണല്ല. ചെറക്കലെ ഹിന്ദു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകളാണ്. ചെറക്കലെ ഹിന്ദു രാജാവിന്റെ മകൾ കുളിക്കാൻ വേണ്ടി കുളിക്കടവിൽ നീരാട്ടിന് വന്നപ്പോ കാല് തെറ്റി വെള്ളത്തിൽ വീണ് പുഴയിലൂടെ ഒലിച്ചു പോയതാ. ആ പെണ്ണിനെയാണ് സൈഫുദ്ദീൻ അലി രക്ഷപ്പെടുത്തുന്നത്. ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി പെണ്ണിനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹിന്ദു വിശ്വാസപ്രകാരം ഒരു പുരുഷൻ ഒരു പെണ്ണിന് പുടവ കൊടുത്താൽ അത് നിക്കാഹിന്റെ സ്ഥാനത്താ. നമ്മൾ കപിൽ തുമിങ്ക നിക്കാഹ എന്ന് പറയുന്ന പോലെയാണ് പുടവ കൊടുത്താൽ. ഹിന്ദു സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞിരും. അങ്ങനെ ഈ പെണ്ണിന് പുടവ കൊടുത്തു എന്നതിന്റെ പേരിൽ ഹിന്ദുവായ ചെറക്കൽ രാജാവിന്റെ മകള് പറഞ്ഞു, അദ്ദേഹം എനിക്ക് പുടവ തന്നു, എന്റെ ജീവൻ രക്ഷിച്ചു. അതിന്റെ അർത്ഥം ആ പുരുഷൻ എന്റെ ഭർത്താവാണെന്ന്. ചെറക്കലെ ഹിന്ദു രാജാവ് ഈ പെണ്ണിന് ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള സൗകര്യം കൊടുത്തു, മനസ്സമ്മതം കൊടുത്തു. പെണ്ണ് മുസ്ലിമായി. ചെറക്കലെ രാജാവിന്റെ മകൾ ആലി രാജാവിന്റെ ഭാര്യയായി. ആ ആലി രാജാവിന്റെ ഭാര്യയായി ആ പെണ്ണ് വിവാഹിതയായി പുറപ്പെടുന്ന സമയത്ത് ചെറക്കലെ ഹിന്ദു രാജാവ് കണ്ണൂരിലെ പ്രദേശം മുഴുവൻ ആലിക്ക് എഴുതി കൊടുത്തു, അഥവാ സൈഫുദ്ദീൻ അലിക്ക് എഴുതി കൊടുത്തു. അതാണ് കണ്ണൂരിലെ അറക്കൽ രാജകുടുംബത്തിന്റെ തുടക്കം. അറക്കൽ രാജകുടുംബത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കും. അന്ന് ഇവർ ഇറങ്ങിപ്പോകുമ്പോ ഈ അമ്മ മകൾക്ക് കൊടുത്തൊരു സമ്മാനമുണ്ട്, ഒരു കുത്തുവിളക്ക്. ആ കുത്തുവിളക്കിനാണ് തമ്പുരാട്ടി വിളക്ക് എന്ന് പറയാ. ഇന്നും കണ്ണൂരിലെ അറക്കൽ രാജകുടുംബത്തിൽ ഈ തമ്പുരാട്ടി വിളക്ക് സൂക്ഷിപ്പുണ്ട്. സകല ചരിത്രവും എടുത്ത് പരിശോധിച്ച് നോക്കും. ഈ ഹിന്ദു മുസ്ലിം സൗഹൃദ ബന്ധത്തിന്റെ ചരിത്രം. അങ്ങനെയാണ് അറക്കലെ ആലി രാജാവ് ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയായി രൂപപ്പെടുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ ഇത്തരം ചരിത്ര സംഭവങ്ങൾ എന്തിനു വിസ്മരിക്കണം? ഹിന്ദു മുസ്ലിം മൈത്രി ബന്ധത്തിന്റെ പ്രതീകമായിട്ടാണ് കേരളത്തിൽ ഇസ്ലാം ഉണ്ടായിട്ടുള്ളത്. കൊയിലാണ്ടി പാറപ്പള്ളി അടക്കമുള്ള പള്ളികളുടെ ചരിത്രം പഠിച്ചു നോക്കുക. പന്തലായനി പ്രദേശത്ത് ദീന് വന്നത് എങ്ങനെയാ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ, ലൈബ്രറിയൻ, റിട്ടയർ ചെയ്ത ശേഷം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രം. ആ ചരിത്ര പുസ്തകത്തിലുമുണ്ട്, നിരവധി ചരിത്ര പുസ്തകങ്ങളിലുമുണ്ട്. അന്ന് പന്തലായനിലെ നാടുവാഴി വളരെയധികം ബുദ്ധിമുട്ടിയ സന്ദർഭം. അദ്ദേഹത്തിന്റെ മകളെ പാമ്പ് കടിച്ചു. പന്തലായനി പ്രദേശത്തെ നാടുവാഴി ഒരു അമുസ്ലിം സുഹൃത്താ. അദ്ദേഹത്തിന്റെ മകളെ പാമ്പ് കടിച്ചു. ഒറ്റ മകളെ ഉള്ളൂ, വേറെ കുട്ടികളില്ല. ഈ മകൾ മരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, അന്നൊക്കെ ചില പാമ്പുകൾ കടിച്ചാൽ വിഷം തീണ്ടും. വിഷം തീണ്ടിയാൽ ഒരിക്കലും പിന്നെ സംസാരിക്കില്ല, ചികിത്സ പോലും ഫലിക്കില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും, മരിക്കൂല. ഈ പെൺകുട്ടി മരിച്ചതുപോലെ കിടന്നു. മരിച്ചോ ജീവിച്ചോ എന്നറിയില്ല. ഒരുപാട് ചികിത്സ നടത്തി പ്രയാസപ്പെട്ട അവസാനം ഇനി ഒരു രക്ഷയുമില്ല, തൽക്കാലം ഇതിനെ കുടിച്ചിടുകയല്ലാതെ മാർഗമില്ല എന്നിടത്തെത്തിയപ്പോ ആ പെണ്ണിനെ കുഴിയിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയപ്പോൾ രാജാവ് നാടുവാഴി വളരെ വിഷമിച്ചു. അപ്പോഴാണ് ആരോ നാടുവാഴിയോട് വന്ന് പറഞ്ഞു, അവിടെ ഒരു മലയുടെ മുകളിൽ, ഇന്നത്തെ പാറപ്പള്ളിക്കപ്പുറത്തുള്ള മലന്റെ മുകളിൽ രാത്രി കാലത്ത് സന്ധ്യയായാൽ മുസ്ലിങ്ങളാകുന്ന കുറച്ച് ആളുകൾ വരാറുണ്ട്.
അവരിരുന്നിട്ട് എന്തൊക്കെയോ അവരുടെ മതപരമായ ചടങ്ങ് തീർക്കാറുണ്ട്. ദിക്ർ ഹൽക്കയാണ്, അവർ റാത്തീബാണ്, ഹദ്ദാദാണ്. സത്യത്തിൽ ആരായിരുന്നു അത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ചാലിയത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തിയിരുന്ന ടീം രാത്രിയായാൽ തോണിയിൽ നേരെ ക്രോസ് ചെയ്ത് അവർ ഈ കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് വന്ന് പാറപ്പുറത്ത് കയറി നിന്ന് ദിക്ർ ഹൽക്ക നടത്തും. ഇതായിരുന്നു സംഭവം. അതുകൊണ്ട് തന്നെ മാലിക് ബിൻ ഹബീബായിരുന്നു ഇതിന്റെ തലപ്പത്ത് എന്ന് പറയപ്പെടുന്നു. ഈ നാടുവാടിയോട് ചെന്നിട്ട് ഇവർ പറഞ്ഞു, രാത്രി ഇങ്ങനെ കുറച്ച് ആളുകളിവിടെ വരാറുണ്ട്, അവരോടൊന്ന് പോയി പറഞ്ഞു നോക്കിയാലോ. ചികിത്സിച്ച് അളമുട്ടി നിൽക്കുന്ന ഒരാൾ എന്ത് കേട്ടാലും കേൾക്കും, അത് അംഗീകരിക്കും. നേരെ അവരുടെ അടുത്തേക്ക് ആളെ വിട്ടു. അവർ വൈകുന്നേരം വന്ന് ദിക്ർ ഹൽക്ക തുടങ്ങുന്ന സമയത്ത് ഒരാൾ ചെന്ന് പറഞ്ഞു, നാടുവാടി നിങ്ങളൊന്ന് വിളിക്കുന്നുണ്ട്, നാടുവാഴിയുടെ മകൾക്ക് ഇങ്ങനെ രോഗമുണ്ട്, ആ മകൾ മരിച്ചിരിക്കുന്നു എന്നാണ് ധരിക്കുന്നത്, അഥവാ ജീവനുണ്ടോ എന്നറിയില്ല, നിങ്ങളൊന്ന് വന്നു നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് നേരെ അവിടെ ചെന്നു നാടുവാഴിയുടെ മകളെ കണ്ടു. ആ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു എന്നെല്ലാവരും ധരിച്ചു നിൽക്കുമ്പോൾ ഇവര് ആ പെണ്ണിന്റെ അടുത്ത് ചെന്നിട്ട് ഷിഫാന്റെ ആയത്ത് ഖുർആനിൽ നിന്ന് എടുത്തു ധരിച്ചുകൊണ്ട് ഓതി. അവര് ആ ഷിഫാന്റെ ആയത്ത് ധരിച്ചുകൊണ്ട് മന്ത്രിച്ചൂതി. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഈ പെണ്ണ് കണ്ണു തുറന്നു എന്ന് മാത്രമല്ല, എഴുന്നേറ്റിരുന്നു. നാടുവാഴിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിനേക്കാൾ അത്ഭുതം തന്റെ പ്രിയപ്പെട്ട മകൾക്ക്, ഏക സന്തതിക്ക് ജീവൻ തിരിച്ചു കൊടുത്ത അത്ഭുതം. അയാൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര സ്വർണം വേണം, നിങ്ങൾക്ക് എത്ര വെള്ളി വേണം പറഞ്ഞാൽ മതി, എന്ത് പാരിതോഷികം വേണമെങ്കിലും ഞാൻ തരാൻ, എന്റെ ജീവനാ നിങ്ങൾ തിരിച്ചു തന്നിരിക്കുന്നത്. ഉടനെ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഏതാനും വചനങ്ങൾ ഉദ്ധരിച്ചു എന്നതൊഴിച്ചാൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ പ്രതിഫലം വാങ്ങാൻ വന്നതല്ല, ഞങ്ങൾക്ക് പ്രതിഫലം വേണ്ട. ആ സന്ദർഭത്തിൽ നാടുവാഴി പറഞ്ഞു, നിങ്ങൾ എന്നെ മാനം കെടുത്തരുത്, ഞാൻ ഈ നാടിന്റെ നാടുവാഴിയാ, എന്റെ അന്തസ്സിനനുസരിച്ചൊരു പ്രതിഫലം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് കുറച്ചില്ല, നിങ്ങൾക്ക് എത്ര സ്വർണം വേണം, എത്ര വെള്ളി വേണം പറഞ്ഞാൽ മതി, നിങ്ങൾ ഈ ചെയ്തു തന്ന ഉപകാരം ജീവിതാന്ത്യം വരെ ഞാൻ മറക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൂടിയാലോചിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർണവും വേണ്ട, വെള്ളിയും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് കുഴിച്ചിരിപ്പിനും കുടിപാർപ്പിനും അല്പം സ്ഥലമാണ്. അന്നത്തെ ഭാഷയാണ്, ചരിത്ര പുസ്തകത്തിലെ ഭാഷയാണ് ഞാൻ പറയുന്നത്. കുഴിച്ചിരിപ്പും കുടിപാർപ്പും. കുഴിച്ചിരിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ, കുടിപാർപ്പ് അതുവരെ ജീവിക്കാൻ, അതിന് ലേശം സ്ഥലം വേണം. അപ്പൊ നാടുവാടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യവും ചരിത്ര പുസ്തകത്തിലുണ്ട്. പഴയ ചരിത്ര പുസ്തകം പരതുമ്പോൾ കാണാൻ നാടുവാഴി ചോദിച്ചു, നിങ്ങൾക്ക് കണ്ണും പാടം വേണോ ഏറും പാടം വേണോ? നമ്മളോടൊന്ന് കണ്ണും പാടം വേണോ ഏറും പാടം വേണോ എന്ന് ചോദിച്ചാൽ നമ്മളത് ഏതോ പാടമാണ്, വയലാണെന്ന് കരുതുക. പക്ഷേ അത് അങ്ങനെയല്ല, അത് അന്നത്തെ ഒരു പ്രത്യേക അളവാണ്. ആ അളവിന്റെ പേരാണ്, എങ്ങനെ വില്ലേജ് ഓഫീസിൽ നിന്ന് ആളും ചെയിന് പിടിച്ച് അളക്കുന്ന 6 ഹെക്ടറും സെന്റും ഒന്നും വന്നില്ല. അന്ന് അത്തരം സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് അളവിന്റെ ഒരു രീതി, ഒരാൾ ഒരു കൂർത്ത് മൂർത്ത കമ്പ്, നമ്മുടെ ഇന്ന് ജാവലിൻ ത്രോ കുട്ടികൾ കളിക്കുന്നില്ലേ, അങ്ങനത്തെ ഒരു ജാവലിൻ ത്രോ, ഇതങ്ങോട്ട് എറിഞ്ഞാൽ അതൊരു സ്ഥലത്ത് പോയി കുത്തും, അതിങ്ങനെ കുത്തി നിൽക്കും, അതൊരു അടയാളം. അങ്ങനെ 4 ഏറെറിഞ്ഞ് 4 ഭാഗം പിടിച്ചാൽ അതിന്റെ ഉള്ളിലുള്ള സ്ഥലം. അന്ന് റിയൽ എസ്റ്റേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ഥലത്തിന് വലിയ വിലയൊന്നുമില്ല. ആ സ്ഥലം എടുത്തോളൂ എന്ന് പറയും, അതാണ് അളവ്. കണ്ണും പാടം എന്ന് പറഞ്ഞാൽ കണ്ണ് കൊണ്ട് നോക്കിയിട്ട് അതാ ആ മരം, ആ പാറ, ഇങ്ങനെ അടയാളം പറയും. അങ്ങനെ 4 അടയാളം പറഞ്ഞതിന്റെ ഇടയ്ക്കുള്ളത്. കണ്ണും പാടം കുറച്ച് കൂടും, ഏറും പാടം കുറയും. എറിയുന്നത് കണ്ണെത്തുന്നിടത്തെത്തുമല്ലോ. അതുകൊണ്ട് ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഏറും പാടം മതി. അവർക്ക് ഒരു സ്ഥലം അതുപോലെ അവരെറിഞ്ഞ് പിടിച്ചു കൊടുത്തു. ആ സ്ഥലത്താണ് പള്ളി ഉണ്ടാക്കി പന്തലായനിയിൽ മനോഹരമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇത് ഒരുപാട് ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഉദ്യോഗസ്ഥൻ ഇറക്കിയ ചരിത്ര പുസ്തകം. നിങ്ങൾ പഠിക്കണം. ഈ രീതിയിൽ പഴയകാല ചരിത്രം പഠിക്കുമ്പോൾ ഈ ഹിന്ദു മുസ്ലിം മൈത്രി ബന്ധത്തിന്റെ ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഒരിക്കലും സംഘടനത്തിന്റെ പാത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മില്ലർ സാഹിബ് എന്ന ഇംഗ്ലീഷുകാരൻ ഇവിടെ വന്നിട്ട് മലബാറിലെ മാപ്പിളമാരുടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, The first 8 centuries of Mappala growth in Kerala. കേരളത്തിൽ മാപ്പിളമാർ ആദ്യത്തെ 8 നൂറ്റാണ്ട് കാലം വളർന്നു വന്നത് ഫോളോയിങ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാം ഇവിടെ സ്ഥാപിതമായതിന്റെ ശേഷം ഈ ഇസ്ലാമിന്റെ വളർച്ച ഇവിടെ ഉണ്ടായത് എങ്ങനെ നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ശ്രദ്ധേയമായ ഒരു കാം ആൻഡ് ക്വൈറ്റ് മൂവ്മെന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാം ഫോർവേഡ് മൂവ്മെന്റ് അദ്ദേഹത്തിന്റെ വാചകം. വളരെ സമാധാനപരമായൊരു മുന്നേറ്റം. ആരെയും പേടിപ്പിച്ച് മുസ്ലിമാക്കുകയോ അടിച്ചമർത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയോ ചെയ്ത ഒരു ചരിത്രമല്ല. അങ്ങനത്തെ ഒരു സംഭവം സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗമല്ല. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിർബന്ധിച്ചൊരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതിന് ഫൈസലാണെങ്കിലും കഴിയില്ല. അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. ഒരു മനുഷ്യനെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. കാരണം ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യർ, ഒരു അന്യ മതസ്ഥൻ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അതിന്റെ നിബന്ധന എന്താ?
അതിന്റെ നിബന്ധന എന്ന് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തൈ ഷഹാദ. ആ രണ്ട് കലിമത്തുകൾ, അള്ളാഹുവിന്റെ ഏകത്വവും പ്രവാചകന്റെ റിസാലത്തും, ആ രണ്ട് വാചകങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയണം, അർത്ഥമറിഞ്ഞിട്ട്. 3 ഷർത്താണ് അഖീദന്റെ കിതാബിൽ പറഞ്ഞത്. അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പറയണം. ഒന്നുകൂടി ഞാൻ പറയാം, എന്റെ അമുസ്ലിം സുഹൃത്തുക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഞങ്ങളുടെ മതത്തിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരാനുള്ള പ്രാഥമിക നിബന്ധന, ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ കലിമത്തു ഷഹാദത്ത് അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണെന്നും അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ശരിക്ക് പറയണം. ഇതിൽ 3 കാര്യത്തിൽ ഒന്നിന് മാത്രമേ ഇളവ് അഖീദ കൊടുത്തിട്ടുള്ളൂ. അതേതാ? നാവ് കൊണ്ട് പറയണമോ? നാവില്ലാത്തവന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പറയൽ നിർബന്ധമാണോ അല്ലയോ എന്ന വിഷയത്തിൽ ചർച്ചയുണ്ട് അഖീദയുടെ കിതാബിൽ. ബാക്കി 2 ചർച്ച പോലുമില്ല. അർത്ഥമറിയണം, മനസ്സിൽ ഉറപ്പിക്കണം. ഈ നിബന്ധന 2 ഉള്ള കാലത്തോളം ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ പേടിപ്പിച്ചിട്ടോ പണം കൊടുത്തിട്ടോ മനസ്സിലുറപ്പിക്കാൻ കഴിയുമോ? നിങ്ങളൊരു മനുഷ്യനെ പേടിപ്പിച്ചു, അല്ലെങ്കിൽ ഫൈസലിന് കുറെ പണം കൊടുത്തു, നീ മുസ്ലിം ആവൂ എന്ന് പറഞ്ഞാൽ അവൻ ആ പണം കണ്ടിട്ടാ മുസ്ലിം ആകുന്നത്, അവന്റെ മനസ്സിൽ ഉറച്ചിട്ടല്ല. അവൻ മുസ്ലിം അല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ഒരു തടവിലിട്ടു. നിങ്ങൾ ഇവിടെ കുറച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്ന വീടിന്റെ നടുക്ക് ഒരു അമുസ്ലിമിനെ പിടിച്ചിട്ട് റൂമിലിട്ടു, പേടിപ്പിച്ചു, നീ മുസ്ലിം ആകി, ഇപ്പൊ കെലിമ ചൊല്ലണം, ഇപ്പൊ കെലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടൂല എന്ന് പറഞ്ഞു. ആ സുഹൃത്ത് പേടിച്ചിട്ട് കെലിമ ചൊല്ലി. എന്താ? ഇവർ എന്നെ കൈകാര്യം ചെയ്യുന്ന പേടിച്ചിട്ട്. ആ മുസ്ലിം ആവുമോ? ഒരിക്കലും ആകൂല, ഒരിക്കലും ആകൂല. എന്താ കാരണം? അവൻ കെലിമ ചൊല്ലിയത് ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരേണ്ടത്? ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരേണ്ടത് ഇസ്ലാമിനെ പഠിച്ചിട്ട്, ഇസ്ലാം എനിക്ക് വേണമെന്ന് തോന്നിയിട്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ. അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും മുസ്ലിമാക്കാം. അള്ളാഹ് വിചാരിച്ചാൽ എല്ലാവരും മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഞങ്ങളെ വിശ്വാസം അങ്ങനെയാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു നബിയോട്, അഫ അൻത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരോടാണ് പടച്ചറബ് ചോദിക്കുന്നത്, അഫ അൻത തുക്രിഹുന്നാസ്, നബിയെ നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? ഹത്താ യകൂനൂ മുഅ്മിനീൻ, ജനങ്ങളൊക്കെ മുഅ്മിനീങ്ങളാകാൻ. എന്താണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം? ആ ആയത്തിന്റെ തഫ്സീർ ഒന്ന് പഠിച്ചു നോക്ക്. ഒരു മനുഷ്യനെ പോലും നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂലിന്റെ പണി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിക്ക് വന്നത് എന്തിനാ? നബി തങ്ങൾ ഭൂമിക്ക് വന്നത് ജനങ്ങളെ മുസ്ലിമാക്കാനാണ്. ആ നബിയോടാണ് പടച്ചറബ് ചോദിക്കുന്നത്, അഫ അൻത തുക്രിഹുന്നാസ്, നിങ്ങൾ ജനങ്ങളിൽ നിർബന്ധം ചെലുത്തുകയാണോ? അപ്പൊ നിർബന്ധിക്കാൻ പറ്റൂല. അല്ല നബി തങ്ങളോട് പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇൻ അലൈക ഇല്ലൽ ബലാഗ്, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന കടമ മാത്രമേ നിങ്ങൾക്കുള്ളൂ. വമാ അർസൽനാക അലൈഹിം ഹഫീള, ഒരു സൂക്ഷിപ്പുകാരനായിട്ട് നിങ്ങൾ അയച്ചിട്ടില്ല. നിങ്ങളൊക്കെ കൂടി വിശ്വസിക്കണടാ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും അടിച്ചിട്ടും കുത്തിയിട്ടും അവർ മുസ്ലിമാക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു ദൗത്യമൊന്നും മുസ്ലിങ്ങൾക്കില്ല. അങ്ങനത്തെ ഒരു ഗർവാപ്പസി മുസ്ലിങ്ങളെ മുമ്പിൽ ഇല്ല. ആരും തെറ്റിദ്ധരിക്കണ്ട, അടിച്ചേൽപ്പിക്കുന്ന മതപ്രബോധനം ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ മതത്തിലേക്ക് വരുന്നവനെ സ്വീകരിക്കും, അവന് മതം പഠിപ്പിച്ചു കൊടുക്കും. ഇതിലപ്പുറം ഒരു സംവിധാനം അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലില്ല. ആരും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കണ്ട, പേടിപ്പിക്കണ്ട, ഒരു ഫൈസൽ വധത്തിന്റെ പേര് വെറുതെ കോലാഹലം ഉണ്ടാക്കണ്ട, ഈ സമൂഹത്തെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണയും പരത്തണ്ട. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ഈ സമൂഹത്തിൽപ്പെട്ട ആർക്ക് എപ്പോ കടന്നു വരണമെങ്കിലും ഈ ഒരു നിബന്ധന ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ഒരാൾ വരുന്നത് ഒരിക്കലും പണം കൊടുത്തിട്ടല്ല. ആരും പണം കൊടുത്താൽ ഒരാൾ മുസ്ലിം ആകൂല. 12 പേരാണ് മുസ്ലിം മിഷണറിമാർ മാലിക് ദിനാറിന്റെ കൂട്ടത്തിൽ വന്നു എന്ന് പറയപ്പെടുന്നു. 40 അംഗ സംഘമാണെന്നും ചരിത്രത്തിലുണ്ട്. എന്താവട്ടെ, നമ്മുടെ കേരളത്തിൽ ഇന്ന് 80 ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടായത് ചോരച്ചാലുകൾ നീന്തി കയറിയിട്ടല്ല, ഒരു യുദ്ധം ഇവിടെ നടത്തിയിട്ടല്ല മുസ്ലിങ്ങൾ ഉണ്ടായത്. കേവലം വിരലെണ്ണാവുന്ന മുസ്ലിങ്ങൾ വന്ന് ഇവിടെ കപ്പലിറങ്ങിയപ്പോ ആ പായ്ക്കപ്പലിൽ നിന്ന് കേട്ട സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കേരളക്കരയിൽ ഇത്ര മുസ്ലിങ്ങൾ ഉണ്ടായത് എങ്ങനെയാ? എന്തെങ്കിലും ഒരു വെട്ടിപ്പിടിക്കലോ പണം കൊടുക്കലോ ഇവിടെ നടന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നമ്മൾ ചിലർ പ്രസംഗിക്കുന്നതും ചിലർ എഴുതുന്നതും. എന്താ നമ്മുടെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ബന്ധം വഷളാക്കാൻ വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? ഒരു നിലക്കും അത്തരം ഒരു സമീപനം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ
ഹിന്ദുവാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ബുദ്ധനാണെങ്കിലും ജൈനനാണെങ്കിലും എല്ലാവർക്കും മനുഷ്യത്വം വകവെച്ചു കൊടുക്കുക. എല്ലാ ജാതി മതസ്ഥരോടും ഒരുപോലെ കാഴ്ചവെക്കുക സ്നേഹം. അവിടെ ഏത് ജാതിയാണെങ്കിലും കണക്കാണ്. അയൽവാസിയോട് നീ കടമ പുലർത്തണമെന്ന് പറഞ്ഞപ്പോൾ അയൽവാസി ഏതാന്ന് ചോദിച്ചിട്ടില്ല, അയൽവാസിയുടെ ജാതി ചോദിച്ചിട്ടില്ല, അയൽവാസിയുടെ മതം ചോദിച്ചിട്ടില്ല. അതൊന്നും ഇസ്ലാമിൽ ബാധകമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധത നമ്മളോട് പറഞ്ഞത് മനുഷ്യനെ സ്നേഹിക്കണമെന്നതാണ്. ഒരു മനുഷ്യനും നമ്മളെ കൊണ്ടൊരു ദ്രോഹമുണ്ടാകാൻ പാടില്ല. ഇസ്ലാമിന്റെ സമീപനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇസ്ലാമിനെ കുറിച്ച് പലരും പഠിച്ചിട്ടില്ല. നമ്മുടെ അമുസ്ലിം സുഹൃത്തുക്കൾ പലരും പഠിച്ചിട്ടില്ല. നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ പോലും കൂടുതൽ മനസ്സിലാക്കിയോന്ന് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദുൽ ഗസാലി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങൾ, ഗസാലി ഇമാം തന്റെ വീട്ടിൽ ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗസാലി ഇമാമിന്റെ വീട്ടിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം, വിവേകാനന്ദന്റെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ വീട്ടിൽ കൂടി പഠിക്കും കുട്ടികൾ. പള്ളി ദർശനം താമസിച്ച് പഠിക്കും പോലെ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് പഠിക്കണം. അങ്ങനെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങൾ അവർ കടലാസിൽ എഴുതും. അത് എഴുതി അമൂല്യ നിധി പോലെ സൂക്ഷിക്കും. ചരിത്രകാരന്മാർ പറയുന്നു, ഈ കുട്ടികൾ സൂക്ഷിക്കുന്ന ഈ നല്ല നല്ല സാധനങ്ങൾ പിന്നെ ഗ്രന്ഥമായി ഇറങ്ങും. അങ്ങനെ ഇരിക്കെ കുട്ടികൾ ഒരുപാട് കടലാസുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് അത് എലി കരണ്ട് തിന്നാൻ തുടങ്ങി. വീട്ടിൽ വെക്കുന്ന കടലാസൊക്കെ എലി തിന്നാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കയ്യിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്ന ഇൽമ് കടലാസിൽ എഴുതി വെച്ചത് എലി തിന്നു പോവുക. കുട്ടികൾക്ക് വല്ലാത്ത പൊല്ലാപ്പായി. കാരണം പഠിക്കുന്ന സാധനം അവർ എഴുതി വെച്ചതൊന്നും പിന്നേക്കില്ലാത്ത ഗതിയാണ് വരുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും കൂടിയിട്ടൊരു തീരുമാനമെടുത്തു, നമുക്ക് എലിയെ കൊല്ലാൻ ഒരു പൂച്ചയെ വളർത്തണം. എലിയെ കൊല്ലാൻ സാധാരണ പൂച്ചനെ തന്നെയാണ് വളർത്തുക. അങ്ങനെ പൂച്ചയെ വളർത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു. അവരൊരു പൂച്ച വാങ്ങാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കുകയാണ്. എവിടുന്നെങ്കിലും ഒരു പൂച്ചയെ കൊണ്ടുവരണം, എന്നാലേ എലി തൽക്കാലം പോവൂ. അതിനുള്ള ചട്ടവട്ടങ്ങളൊക്കെ പൂർത്തിയാക്കി. എന്നാൽ ഉസ്താദിന്റെ വീട്ടിലാണല്ലോ, ഉസ്താദിനോടൊന്ന് പറയണമെന്ന് തീരുമാനിച്ചവർ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദുൽ ഗസാലി റഹ്മത്തുള്ളാഹിലേക്ക് തങ്ങളെടുത്ത് ചെന്നു. താരീഖിൽ ഈ സംഭവം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഗസാലി ഇമാമിന്റെ അടുത്ത് ചെന്നിട്ട് കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ, ഞങ്ങൾ എലിയെ കൊല്ലാൻ ഒരു പൂച്ചയെ വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉസ്താദ് എടുത്ത പടി അവരോട് പറഞ്ഞു, മക്കളെ, എലിയെ കൊല്ലാനാണെങ്കിൽ പൂച്ചനെ വളർത്തണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്കാകെ സംശയമായി. പൂച്ച വളർത്താൻ പറ്റാത്ത ജീവിയല്ലല്ലോ. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ആ പേര് കിട്ടിയതിനെ പൂച്ചനെ വളർത്തിയതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പോലും പൂച്ചനെ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഉസ്താദ് ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം? ഉസ്താദ് പറഞ്ഞു, പൂച്ചയെ വളർത്തണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എലിയെ കൊല്ലാൻ പൂച്ച വേണ്ട. അതിന്റെ അർത്ഥം എന്താണെന്ന് കുട്ടികൾക്ക് ഉസ്താദ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു മറുപടി. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ കുട്ടികളോട് പറഞ്ഞ, മക്കളെ, നിങ്ങളൊരു പൂച്ചയെ ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയൊരു സംഭവം, ഞാൻ ഭയപ്പെടുന്നു. എന്താ എന്റെ ഭയം? എലി കേൾക്കും സൗത്തൽ ഹിർരി, പൂച്ചന്റെ ശബ്ദം. നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന പൂച്ചയുടെ ശബ്ദം എലി കേൾക്കും. കേട്ടാലോ? ആ എലികൾ മുഴുവൻ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടി ഒളിക്കും. അയൽവാസികളുടെ വീട്ടിൽ പോയി ഒളിക്കും. എലി ഇവിടുന്ന് ഓടും അടുത്ത വീട്ടിൽ. എന്റെ വീട്ടിലെ എലിയെ അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കയറ്റിയവനാകും ഞാൻ. എന്താണ് ആ വാക്കിന്റെ ഗൗരവം? വയക്കൂന്, ഞാനാകും കത് അഹബബ്തു ഇലൈഹിം, എന്റെ അയൽവാസികളിലേക്ക് ഞാൻ തൃപ്തിപ്പെട്ടവനെ പോലെയാകും. ബിമാ ലാ ഉഹിബ്ബു ലിനഫ്സി, എനിക്ക് ഇഷ്ടമില്ലാത്തത്, എന്റെ വീട്ടിൽ ഇഷ്ടമില്ലാത്തത് അയൽവാസിക്ക് ഞാൻ ഇഷ്ടപ്പെടാൻ പാടില്ല. അത് ഹദീസിനെതിരാ. ഞാൻ ഇഷ്ടപ്പെട്ടത് എന്റെ അയൽവാസിക്ക് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്റെ വീട്ടിൽ എലി വേണ്ട, അടുത്ത വീട്ടിൽ എലി ഉണ്ടാകാൻ പാടില്ല. എന്റെ വീട്ടിലെ എലിയെ അടുത്ത വീട്ടിലേക്ക് കയറ്റിവിടുന്ന പണി ഞാൻ എടുത്താൽ അള്ളാഹുവിന്റെ മഹ്ശറിൽ ഞാനതിന് മറുപടി പറയേണ്ടി വരും. അത് വേണ്ട മക്കളെ. അതാണ് ഇസ്ലാമിന്റെ സൂക്ഷ്മത. അടുത്ത വീട് മുസ്ലിമിന്റെ വീടായിക്കൊള്ളുന്നില്ല. നമ്മുടെ അയൽ വീട്ടിലേക്ക് ഒരു എലിയെ പറഞ്ഞയച്ചിട്ട് പോലും അവിടെ ദ്രോഹം വരുത്താൻ ആഗ്രഹിക്കാത്തവനാണ് മുസ്ലിം. അവിടെയാണ് മുസ്ലിമിന്റെ ക്യാരക്ടർ, അവിടെയാണ് മുസ്ലിമിന്റെ സ്വഭാവം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഇസ്ലാമിനെയാണ് ഇന്ന് തീവ്രതയും ഭീകരതയും അപകടകരവുമാക്കുന്നത്. പഠിച്ചിട്ടില്ല ഇസ്ലാമിനെ കുറിച്ച് പലരും. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടില്ല. അതാ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ദീൻ ഉള്ളതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ, ഇസ്ലാമിന്റെ ചിത്രം നോക്ക് നിങ്ങൾ. ദീനിന്റെ ചരിത്രവും ചിത്രവും പഠിച്ചു നോക്ക് ശരിക്ക്. നീതിയുടെ പക്ഷത്തെ പരിശുദ്ധ ദീൻ നോക്കൂ. നീതിയുടെ ഭാഗത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നിന്നിട്ടുള്ളൂ. മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ദീൻ പഠിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ തിരുദൂതർ തന്നെയാണ് പറഞ്ഞത്, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല, ഗോത്രീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല.
മനുഷ്യർ തമ്മിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രവർത്തനം ചെയ്യാൻ പാടില്ല. ഇതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംശയിക്കുന്ന എന്തിനാ? പിന്നെ ദീൻ ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടാൽ പിന്നെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ മഴ്സറിൽ ചെന്ന് നിൽക്കുന്നത് വരെ ആ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് അവൻ. അവിടെ ചെല്ലുമ്പോൾ അപ്പോഴേ പ്രതിഫലം കിട്ടൂ. ദീൻ ഒരു മനുഷ്യന്റെ മനസ്സൊന്ന് ഇറക്കി വെക്കാനൊന്നും ആർക്കും കഴിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഒരു മനുഷ്യന്റെ മനസ്സൊന്ന് ഇറക്കി വെക്കാൻ ആർക്കും കഴിയില്ല. അതാരാണെങ്കിലും ശരി. ഫൈസലിനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടും ഫൈസൽ പിന്മാറാതിരുന്ന എന്തുകൊണ്ടാ? അവൻ സ്വയം അറിഞ്ഞുകൊണ്ട് ദീനിലേക്ക് വന്നതുകൊണ്ടാ. 10 രൂപ കിട്ടിയിട്ടാണ് അവൻ ദീനിലേക്ക് വന്നതെങ്കിൽ കൊല്ലുമെന്ന് അവനോട് നേരിട്ട് അറിയിച്ചിട്ട് അവൻ പിന്നെ ദീനും കൊണ്ട് നടക്കൂല. അവൻ ജീവനാണ് പണത്തെക്കാൾ വലുതെന്ന് മനസ്സിലാക്കും. നേരെ മറിച്ച് പണം കൊടുത്തുകൊണ്ടല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കൊല്ലുമെന്ന് പറഞ്ഞിട്ടും ദീനിൽ ഉറച്ചു വന്നു. കൊടിഞ്ഞിപ്പള്ളിയിലെ ഉസ്താദിനോട് പോയിട്ട് അവൻ പറഞ്ഞിരുന്നല്ലോ, എന്നെ കൊല്ലുമെന്ന് ഇന്നവർ പറയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പരലോകത്ത് പുണ്യം കിട്ടും, ഞാനിതിൽ ഷഹീദായി മരിച്ചാൽ എന്നല്ലേ പറഞ്ഞത്. അവിടെയാണ് നമ്മൾ പഴയകാല ചരിത്രം ഓർക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചുണക്കുട്ടി അബ്ദുല്ലാഹിബ്നു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക സമൂഹത്തിന്റെ ചുണക്കുട്ടിയാ. ആ മഹാനായ അബ്ദുല്ലാഹിബ്നു ഹുദാഫത്ത് സഹ്മി ഇസ്ലാമിന്റെ പടയിൽ അതിശക്തമായി പടപ്പുറപ്പാട് നടത്തി. റോമൻ ചക്രവർത്തി കൈസറിന്റെ കൊട്ടാരത്തിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം പിടിക്കപ്പെട്ട് അദ്ദേഹം ഒരു പടയാളി എന്ന രീതിയിൽ, അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ കൊണ്ടുവന്നപ്പോ രാജാവ് ചോദിച്ചു, നീ നിന്റെ മതം കൈയൊഴിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, പൊന്നമോനെ, നിനക്ക് നിന്റെ മതം കൈയൊഴിക്കലാ നല്ലത്. ആ മതം കൈയൊഴിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടും, അതല്ലെങ്കിൽ നിന്നെ ഞാൻ ചിത്രവധം ചെയ്യുമെന്ന് പറഞ്ഞു. രാജാവിനോട് അബ്ദുല്ലാഹിബ്നു ഹുദാഫത്ത് സഹ്മി പറഞ്ഞ മറുപടി എന്താ? നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ മതം കൈയൊഴിക്കില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരുപാട് പണം തരാം, ഇനി അതൊന്നും വേണ്ട, എൻ്റെ ഭരണത്തിൽ നിനക്കൊരു പങ്കാളിത്തം ഞാൻ തരാം. എന്തിനാ രാജാവ് അങ്ങനെ പറഞ്ഞത്? ഈ ഇസ്ലാം മതം വിശ്വസിച്ചൊരു മനുഷ്യനത് കൈവടിയില്ല എന്നൊരു പ്രചരണം അദ്ദേഹം കേട്ടിട്ടുണ്ട്. ദീനിലേക്ക് ഒരാൾ വന്നാൽ അത് അവന്റെ മനസ്സിലൊരു ആവേശമാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് കൈയൊഴിപ്പിച്ച് കാണിച്ചു കൊടുക്കാനാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വേദന വന്നാൽ അവനത് കൈയൊഴിക്കും, പേടിപ്പിച്ചാൽ കൈയൊഴിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് പറഞ്ഞിട്ട് ശരി, അബ്ദുല്ലാഹിബ്നു ഹുദാഫ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ രാജാവിന് വാശി, അവനെ കൊണ്ട് മതമൊന്ന് കൈയൊഴിപ്പിക്കണം. രാജാവ് പറഞ്ഞു, നിനക്ക് ഞാൻ എൻ്റെ ഭരണകൂടത്തിന്റെ പകുതി പങ്കാളിത്തം തരാം. എന്താ ഹുദാഫ മറുപടി പറഞ്ഞത്? വല്ലാഹി ലൗ അഅ്തൈതനി ജമീഅ മാ തംലിക്, നിന്റെ ഉടമയിലുള്ള ഭരണത്തിന്റെ ഭൂവിഭാഗം മുഴുവൻ എനിക്ക് നീ തന്നാലും നീ പകുതി തരാമെന്നല്ല പറഞ്ഞത്. വല്ലാഹി ലൗ അഅ്തൈതനി ജമീഅ മാ തംലിക്, നീ കയ്യിൽ വെച്ചിരിക്കുന്നത് മുഴുവനായി എനിക്ക് നീ തന്നാലും വജമീഅ മാ മലക്കത്തുൽ അറബ് ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ എനിക്ക് നീ തന്നാലും ശരി. എന്തിനാണ് നീ അത് തരുന്നത് എനിക്കറിയാം. ഞാൻ എൻ്റെ മതത്തിൽ നിന്നൊരു ഇഞ്ച് നീങ്ങുന്നതിന് വേണ്ടി, ഞാൻ എൻ്റെ മതത്തിൽ നിന്നും ഒരു ഇഞ്ച് മാറുന്നതിന് വേണ്ടി നീ എനിക്ക് എന്ത് തന്നാലും ശരി, എൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇട്ടേച്ചുകൊണ്ട് ഞാൻ പോകുമെന്നല്ല നീ പറയുന്നത്. ഹത്താ അർജിഅ അൻ ദീനി മുഹമ്മദിൻ തുർഫത ഐൻ, ഹത്താ അർജിഅ, ഞാൻ മടങ്ങാൻ, അൻ ദീനി മുഹമ്മദിൻ, മുഹമ്മദ് നബി തങ്ങൾ പഠിപ്പിച്ച ദീനിൽ നിന്ന് തുർഫത ഐൻ, ഒരു ഇഞ്ച് പുറകോട്ട് ഞാൻ പോകാൻ വേണ്ടി നീ എനിക്ക് സമ്പത്ത് മുഴുവൻ വാരിക്കോരി തന്നാലും മാ ഫഅൽതു, ഞാനത് ചെയ്യില്ല കേട്ടോ. വിശ്വാസിയായ ഒരു മനുഷ്യന് ഭൂമി മുഴുവൻ പതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ദീൻ വിടാൻ തയ്യാറില്ല. രാജ്യത്തിന്റെ അധികാരത്തിന്റെ പങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ദീനാണ് വലുത്. അപ്പ രാജാവ് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. അപ്പ രാജാവിനോട് അവൻ പറഞ്ഞു, നീ എന്നെ കൊന്നാലും ഇന്നൽ മൗതല അഹബ്ബു ഇലയ്യ അൽഫ മറ മിമ്മാ തദ്ഉനി ഇലൈഹി, നീ എങ്ങോട്ടാണോ എന്നെ ക്ഷണിക്കുന്നത് അങ്ങോട്ട് പോകുന്നതിനേക്കാൾ, മതം കൈയൊടിക്കുന്നിടത്തേക്ക് പോകുന്നതിനേക്കാൾ, ഇന്നൽ മൗതല അഹബ്ബു ഇലയ്യ അൽഫ മറ, 1000 തവണ മരിക്കലാണ് എനിക്ക് ഇഷ്ടമടാ, അതുകൊണ്ട് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് രാജാവ് പറഞ്ഞത്, നിങ്ങളൊരു കുന്തത്തിൽ അവനെ കയറ്റിയിട്ട് ഒരു കുരിശിൽ നാട്ടണം. അങ്ങനെ ഒരു കുരിശ് കൊണ്ടുവന്ന് കുരിശിന്റെ മുകളിൽ അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ നാട്ടി. ഇസ്ലാമിന്റെ ചരിത്രം താരീഖ് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. അബ്ദുല്ലാഹിബ്നു ഹുദാഫയെ ഒരു കുരിശുമ നാട്ടിയുടെ രാജാവ് പറഞ്ഞു, അവന്റെ കയ്യിന്റെ വെള്ളയിലേക്കും കാലിലേക്കും അമ്പയക്കണം, കൊല്ലാൻ പാടില്ല.
കൊല്ലലല്ല ലക്ഷ്യം, മതാണ് കൈയൊഴിച്ചെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. അവൻ്റെ കയ്യിലേക്ക് കൈ ഇങ്ങനെ കെട്ടിയിട്ട് കുരിശിൽ കെട്ടിയിട്ട് കയ്യിൻ്റെ വെള്ളിലേക്ക് കമ്പടിച്ചു, രക്തം ചീറ്റിത്തെറിച്ചു പോയി. കാലുമ്മിലേക്ക് കമ്പെയ്തു, രക്തം ചീറ്റിത്തെറിച്ചു, വിറച്ചു ഇങ്ങനെ നിന്നിട്ട് ഒരക്ഷരം മിണ്ടിയില്ല. നീ മതം മാറുന്നോ എന്ന് രാജാവ് വിളിച്ചു ചോദിച്ചു. അമ്പിങ്ങനെ കൊണ്ട് ചോരൊലിക്കുമ്പോൾ അദ്ദേഹം ആ മരണവക്രത്തിലാണെങ്കിലും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്നൽ മൗതല അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഉനി ഇലൈഹി. നീ ക്ഷണിക്കുന്ന സ്ഥലത്തേക്ക് മതം മാറുന്നതിനേക്കാൾ എനിക്ക് നല്ലത് എൻ്റെ ജീവൻ തന്നെ 1000 തവണ ദീനിന് വേണ്ടി കൊടുക്കലാണ്. ഇന്നനി മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണടാ. ആണത്തത്തോടു കൂടി വിളിച്ചു പറഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി തങ്ങൾ. അത് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, കൊല്ലണ്ട, ഇറക്ക്, മരിച്ചു പോകും, ചോര വെച്ചിട്ട് ഇറക്ക്, കൊല്ലലല്ല പ്രശ്നം, മതം മാറും, നമുക്ക് നോക്കാമെന്നാണ്. ഇറക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്വാസം കൊടുത്ത് മുറിവൊക്കെ വെച്ച് കെട്ടി അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് രാജാവ് കൽപ്പിച്ചു, ഒരു വലിയ ചട്ടി കൊണ്ടുവാ, കിദിരിൻ, വലിയൊരു കിദിർ എന്ന് പറഞ്ഞാൽ വലിയ ഉരുളി, ഒരു ഉരുളി കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഉരുളിയിലേക്ക് ഫസുബ്ബ ഫീഹ സയ്യിദ്, എണ്ണ കൊണ്ടുവന്നിട്ട് ഒഴിച്ചു. അതിലേക്ക് എണ്ണ കൊണ്ടുവന്നിട്ട് അതിൽ ഒഴിച്ചിട്ട് എണ്ണ ഇങ്ങോട്ട് തിളപ്പിച്ചു. എണ്ണ തിളപ്പിച്ചപ്പോൾ എണ്ണ ഇങ്ങനെ വെട്ടി തിളക്കുക. എണ്ണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ വെള്ളം തിളക്കും, എണ്ണ തിളക്കൂല. എണ്ണക്ക് കുറച്ചുകൂടി ചൂട് വേണം. അതുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകൾക്കൊക്കെ അറിയാം, എണ്ണ മേലായാലും വെള്ളം മേലായാലും തിളച്ചതാണെങ്കിൽ എണ്ണൻ്റെ പൊള്ളൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൊള്ളുന്ന എണ്ണ ഇങ്ങനെ വെട്ടി തിളക്കുന്ന സമയത്ത്, എണ്ണ ഇങ്ങനെ തിളച്ചു മറിയുന്ന സമയത്ത്, പപ്പടം പൊരിക്കുന്ന മാതിരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാജാവ് കൽപ്പിച്ചു, അകത്ത് പോയിട്ടൊരു പടയാളിയെ പിടിച്ചു കൊണ്ടുവന്നു. ഒരു പടയാളിയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ പടയാളിയെ നേരെ ഈ എണ്ണയിലേക്ക് ഇട്ടു. ഒരു പപ്പടം പൊരിയും പോലെ ഇതിങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞിട്ട് അയാൾ വയറൊക്കെ പൊട്ടിയൊലിച്ച്, നമ്മളൊക്കെ മീൻ പൊരിച്ചാൽ എങ്ങനെ ഉണ്ടാവും, പൊരിഞ്ഞിട്ടാണ് കരിഞ്ഞു. ആ രംഗം കാണുമ്പോൾ എന്തൊരു സങ്കടം ഉണ്ടാവും. രാജാവ് ഹുദാഫയോട് പറഞ്ഞു, നിനക്ക് വരാൻ പോകുന്ന ഗതി ഇതാണ്, മനസ്സിലായിക്കോ, മതം വിട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മതം വിടൂല. ഉടനെ തന്നെ രാജാവ് ആ മനുഷ്യനെ കാലും കയ്യും കെട്ടി അതിലേക്ക് വലിച്ചിടാൻ കൽപ്പിച്ചു. പ്രകൃതി പോലും ശ്വാസമടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു വലിയ വിശ്വാസിയുടെ മരണം സംഭവിക്കാൻ പോവുകയാണ്. ഒരു വലിയ വിശ്വാസിയുടെ ജീവിതം അന്ത്യം കുറിക്കുകയാണ്. രാജാവ് അവനെ പിടിച്ചതിലേക്ക് ഇടാൻ പറഞ്ഞപ്പോൾ കിങ്കരന്മാർ കാല് കെട്ടി കൈ കെട്ടി അതാ പൊക്കി അതിലേക്ക് ഇടാൻ പോവുകയാണ്. അതുവരെ അചഞ്ചല ചിത്തനായി ഉറച്ചു നിന്നുകൊണ്ട് ഒരു പതർച്ചയില്ലാത്ത മുഖവുമായി ഇന്നനി മുസ്ലിമുൻ, ഞാനൊരു മുസ്ലിമാനടാ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിന്ന അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി. കുടുകുടാ കണ്ണുനീര് വരുന്നു. ആര് കണ്ടാലും തോന്നും ആ എണ്ണയിലിട്ട് കൊണ്ട് കൊല്ലാൻ നിന്നപ്പോൾ പേടിച്ചു പോയതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ കെട്ടടിച്ച് അവിടെ വെച്ച് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. രാജാവെ, ഇയാൾ കരയുകയാണ്. ഇതുവരെ ഇല്ലാത്ത മുഖഭാവം ഇയാൾക്ക് വന്നിരിക്കുന്നു. രാജാവ് സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു, അതല്ലേ ഞാൻ പറഞ്ഞത്, അവൻ മതം മാറും. എന്തിനാണ് ഇവൻ ഇത്ര വൈകിച്ചത്, ഇത്ര ബുദ്ധിമുട്ട് സഹിച്ചത്? ഇപ്പോഴെങ്കിലും അവൻ മാറിയല്ലോ. അപ്പോഴും അബ്ദുല്ലാഹിബ്നു ഹുദാഫ വിളിച്ചു പറഞ്ഞു, ഇന്നനി മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണടാ. രാജാവ് ഞെട്ടിപ്പോയി. പിന്നെന്തിനാടാ നീ കരഞ്ഞത്? നിന്നെ ചട്ടിയിലേക്ക് വലിച്ചിടാനാകുന്ന സമയത്ത് നീ എന്തിനാ പൊട്ടിക്കരഞ്ഞത്? ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി റോമന്റെ രാജാവിനെ വിറപ്പിച്ചു പോയി. ആ രാജാവ് പേടിച്ചു പോയി. റോമാ ചക്രവർത്തി, നിങ്ങൾ ഓർക്കണം, റോമന്റെ ചക്രവർത്തി കൈസർ ഞെട്ടിവിറച്ചു പോയി. എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി? ലഖദ് കുന്തു അസ്തഹി, എനിക്കൊരു മോഹമുണ്ടായിപ്പോയി. എനിക്കൊരു മോഹമുണ്ടായിപ്പോയി. എന്റെ ദേഹത്തുള്ള ഓരോ രോമകൂപ്പങ്ങളും എൻ്റെ ജീവനാകണം. എൻ്റെ ദേഹത്ത് എത്ര രോമമുണ്ടോ ആ രോമം മുഴുവൻ ജീവനാകണം. ഓരോ ജീവൻ ഓരോന്നായിട്ട് എനിക്ക് ഈ ചട്ടിയിലിട്ട് കൊണ്ട് ദീനിനു വേണ്ടി മരിക്കണം. നീ എന്നെ ഇപ്പോൾ ചട്ടിയിലിട്ടാൽ ഒറ്റ മരണമല്ലേ ഉള്ളൂ. അത് പോരാ, എനിക്ക് 1000 തവണ മരിക്കണം എൻ്റെ ദീനിനു വേണ്ടി. ഒരു കൂലി പോരാ, എൻ്റെ രോമം മുഴുവൻ ജീവനായിട്ട് ഓരോന്നായി ചട്ടിയിൽ അങ്ങനെ എന്നെ നീ ഇട്ട് കൊറുക്കുകയാണെങ്കിൽ എനിക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന കൂലി ഞാൻ കൂട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒറ്റ മരണം കൊണ്ട് എൻ്റെ സേവനം കഴിഞ്ഞു പോകുകയാണല്ലോ. രാജാവ് ഞെട്ടാൻ കാരണം ഒരിക്കൽ മരിക്കാനല്ല, 1000 തവണ മരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇയാൾ കരയുന്നത്. രാജാവ് വിറച്ചുപോയി. രാജാവ് പറഞ്ഞു, മോനെ, ഇത്ര വലിയ ധൈര്യം നിനക്ക് ഇസ്ലാം തന്നുവെങ്കിൽ ആ ധൈര്യത്തിന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. റോമന്റെ ചക്രവർത്തി ചരിത്രം പറയുന്നു, മുട്ടുമടക്കി നിന്നുകൊണ്ട് തലകുനിച്ചുകൊണ്ട് ചോദിച്ചു, എടാ, നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യമാണല്ലോ.
ഹല്ലക അൻ തുഖബ്ബില റഅസി, എന്റെ തലയൊന്ന് ചുംബിക്കുമോടാ, എന്റെ തല നീ ഒന്ന് ചുംബിക്കുമോടാ, എന്റെ തല നിനക്കൊന്ന് ചുംബിക്കാൻ പറ്റുമോ? ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പറഞ്ഞു, ഞാൻ ചുംബിക്കൂല, നിന്റെ തല ചുംബിക്കാൻ ഞാനില്ല, എന്നിട്ട് എനിക്കൊന്നും കിട്ടണ്ട. രാജാവ് പറഞ്ഞു, നീ എന്റെ തല ചുംബിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടുമടാ. ഹുദാഫ പറഞ്ഞു, എനിക്ക് നിന്റെ തല ചുംബിച്ചിട്ട് വെറുതെ പോകണ്ട, ഷഹീദായാൽ മതി. ആ സന്ദർഭത്തിൽ രാജാവ് പറഞ്ഞു, എടാ നിനക്ക് ഞാൻ തല ചുംബിക്കാൻ അവസരം തരുന്നത് നിന്റെ മാത്രം രക്ഷക്കല്ല, നീ എന്റെ തലയൊന്ന് ചുംബിച്ചാൽ നിന്റെ ധൈര്യം എനിക്ക് പകർന്നു കിട്ടിയെങ്കിലോ? ഇത്ര ധൈര്യമുള്ളവൻ ഞാൻ മാനിക്കുന്നു, അതുകൊണ്ട് നീ എന്റെ തല ചുംബിക്കണം, നിന്റെ കൂടെയുള്ള മുഴുവൻ പടയാളികളെയും ജയിലിലടച്ചത് ഞാൻ വെറുതെ വിട്ടുതരാം. അത് പറഞ്ഞപ്പോൾ ഹുദാഫ ചിന്തിച്ചു, എൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് എൻ്റെ കൂട്ടുകാർ മുഴുവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ, ഈ രാജാവിന്റെ കെണിയിലാണ് എൻ്റെ സുഹൃത്തുക്കളുള്ളത്, അതുകൊണ്ട് ഞാൻ ചുംബിക്കാം. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ മടിച്ചുകൊണ്ട് തലയിൽ ചുംബിച്ചു. റോമന്റെ ചക്രവർത്തി തലങ്ങനെ കുറിച്ചു നിന്ന് കൊടുത്തു, ഹുദാഫ നെറ്റിയിൽ ചുംബിച്ചു. രാജാവ് വാക്ക് പാലിച്ചു, സകല മുസ്ലിം പടയാളികളെയും വിട്ടയച്ചു കൊടുത്തു. സകല പടയാളികളെയും വിട്ടയച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ആ പടയാളികളെയും കൊണ്ട് അദ്ദേഹം വരുന്ന സമയത്ത് മദീനത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ വിവരം അറിഞ്ഞിട്ട് എഴുന്നേറ്റ് ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഹക്കുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബില റഅസ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ തല ചുംബിക്കൽ ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. അന അബ്ദഉ ബിദാലിക, അതിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കും. ഉമർ തങ്ങൾ ഹുദാഫയെ പിടിച്ച് ചുംബിച്ച് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത്, ദീൻ ഒരു മനുഷ്യന്റെ ഈമാന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനത് കൈയൊഴിക്കൂല. എന്നാൽ അതിലേക്ക് ഒരാളെ വരാൻ നിർബന്ധിക്കാൻ ദീൻ സമ്മതിച്ചിട്ടില്ല. അടിച്ചേൽപ്പിച്ചുകൊണ്ട് മതം പ്രചരിപ്പിക്കുന്ന ഏർപ്പാടില്ല. എന്നാൽ മതത്തിലേക്ക് വന്ന ഒരാളെ പിന്നെ പിന്തിരിപ്പിക്കാനും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഒരു മനുഷ്യൻ മതത്തിലേക്ക് വന്നാൽ പിന്നെ അതിന്റെ പേരിൽ കോലാഹലം ഉണ്ടാക്കരുത്. ഞങ്ങൾ ആരെയും ഈ മതത്തിലേക്ക് പണം കൊടുത്ത് കൊണ്ടുവരാനില്ല, ഞങ്ങൾ ആരെയും ഈ മതത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ട് കൊണ്ടുവരാനുമില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ അവസരമുണ്ട്. അതിന്റെ പേരിൽ ദയവ് ചെയ്ത് കോലാഹലം ഉണ്ടാക്കരുത്. ആ കോലാഹലം ഉണ്ടാക്കിയതാണ് വിശ്വാസിയായ മനുഷ്യനെ കൊല ചെയ്ത പ്രവർത്തനം. വിശ്വാസിയായ മനുഷ്യനെ കൊല ചെയ്യാൻ പാടുണ്ടോ? അയാൾക്ക് അയാളെ മതം സ്വീകരിക്കാൻ അർഹതയില്ലേ? ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ? ഏത് വ്യക്തിക്കും അവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഭരണഘടന തന്നിട്ടില്ലേ? അങ്ങനത്തെ ഒരു രാജ്യത്ത് ഒരാൾ മുസ്ലിമായി എന്നതിന്റെ പേര് നമ്മൾ എന്തിനാ അവനെ കൊല്ലാൻ പോകുന്നത്? അത് സൗഹൃദം തകർക്കുന്ന പ്രവർത്തനമാണ്. അതാര് ചെയ്താലും ശരി, അത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിന്റെ സൗഹൃദം തകർക്കുന്നത്. നമ്മൾ ഒന്നേ പറയുന്നുള്ളൂ, ആ പ്രവർത്തനം നടന്നിട്ടും കണ്ട നിങ്ങൾ മുസ്ലിങ്ങൾ ഒരു തരത്തിലും ദ്രോഹിച്ചില്ലല്ലോ. നമ്മൾ ആരെയും അതിന്റെ പേര് ദ്രോഹിച്ചില്ല. ഒരു അമുസ്ലിമിനോടും അതിന്റെ പേര് പകപോക്കാൻ നമ്മൾ പോയില്ല, ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്തത്? നിയമത്തിന്റെ മാർഗത്തിലൂടെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്നു. അവിടെ അലംഭാവം കാണിച്ചപ്പോൾ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിന്നു. ആ അലംഭാവത്തിനെതിരെ നിങ്ങൾ ശബ്ദിച്ചു, ഹൈവേ മാർച്ച് ചെയ്തു, ഒക്കെ വിജയിച്ചു. അതേ നമ്മൾ കരുതുന്നുള്ളൂ. എന്തിനാണത്? ഇനി ഈ സൗഹൃദം തകർക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ചു കൊടുത്ത മതത്തിന്റെ അനുയായികൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് സൗഹൃദത്തിന്റെ പാതയുമായിട്ടാണ്. ഈ മലപ്പുറം ജില്ലയൊക്കെ നോക്ക് നിങ്ങൾ, ഒരിക്കലും ഒരു വർഗീയ കലാപത്തിന്റെ ഭൂമിയായി നമ്മുടെ നാട് മാറിയിട്ടില്ലല്ലോ, മാറാൻ പാടില്ല. ഉത്തരേന്ത്യ പോലെയല്ല. ഉത്തരേന്ത്യയിൽ പലപ്പോഴും വർഗീയ കലാപം ഉണ്ടാകുന്നു. നമ്മുടെ അയൽപക്കത്ത് പട്ടിണി കിടക്കുന്നവനെ ഹിന്ദുവാണെങ്കിലും അവനെ സഹായിക്കണമെന്നാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അമുസ്ലിങ്ങളുമായി എന്ത് നല്ല ബന്ധത്തിലായിരുന്നു. നബി തങ്ങൾ മദീനത്ത് മരിച്ചു പോകുന്ന സമയത്ത് ഒരു ജൂതന്റെ വീട്ടിൽ പണയത്തിലാ നബി തങ്ങളുടെ പടയങ്കി. എന്താ കാരണം? ജൂതന്മാരുമായിട്ടുള്ള വ്യാപാര ബന്ധം. അവന്റെ കയ്യിൽ നിന്ന് പൊടി വാങ്ങി റസൂലിന്റെ വീട്ടിൽ ഭക്ഷിച്ചു, അവന്റെ വീട്ടിൽ പണയം വെച്ചു പടയങ്കി. നോക്ക് നിങ്ങൾ, എന്തൊരു നല്ല ബന്ധമാണ്. ആ ബന്ധമല്ലേ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്? അതല്ലേ നമ്മൾ അയ്യപ്പനെ ഇവിടെ ആഘോഷിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്കടിയിൽ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ വാവരെ കാണേണ്ടി വരുന്നു. വാവരസ്വാമിയും അയ്യപ്പനും തമ്മിൽ എന്തൊരു ബന്ധമായിരുന്നു. ആ ഒരു സൗഹൃദത്തിന്റെ മനോഹാരിത നമ്മൾ പഠിക്കണ്ടേ? മമ്പുറത്തെ തങ്ങളുടെ വെളിപ്പാടകരല്ലേ നിങ്ങളൊക്കെ ഉള്ളത്? കൊടിഞ്ഞിപ്പള്ളിക്ക് അസ്ഥിവാരമിട്ടത് മമ്പുറത്തെ തങ്ങളല്ലേ? ആ മമ്പുറത്തെ തങ്ങളുടെ കാര്യസ്ഥൻ കോന്തുനായരായിരുന്നില്ലേ? കോന്തുനായരും മമ്പുറത്തെ തങ്ങളും നമ്മുടെ സൗഹൃദത്തിന് നമ്മളെന്തിനാ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇന്നലകളിൽ ഒരുമിച്ച് കഴിഞ്ഞ മുസ്ലിമും ഹിന്ദുവും എന്തിനാ കൊമ്പ് കോർക്കാൻ പോകുന്നത്? അതുകൊണ്ടൊന്നും മതം വളരില്ല. അന്യമതത്തെ ദ്രോഹിച്ചത് കൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ വർഗീയ വിദ്വേഷം വരുത്തിയത് കൊണ്ടോ മതം വളരില്ല. അങ്ങനെ മതം വളർത്താൻ ഒരു മതവും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെപ്പോഴും സുഹൃത്തുക്കളായി ജീവിക്കേണ്ട ആളുകളല്ലേ? ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ശത്രുവിനെ പോലും സൃഷ്ടിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. അൽ ഫിത്നതു നാഇമത്തുൻ, കുഴപ്പമെന്ന് പറയുന്ന സംഗതി ഉറങ്ങിക്കിടക്കുന്നതാണ്. ലഅനല്ലാഹു മൻ അയ്കലഹ, ആ കുഴപ്പത്തെ തൊട്ടുറത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഒരു വ്യക്തിയോട് നമ്മൾ ആയുധമെടുത്ത് പെരുമാറാൻ പോലും പാടില്ല. ശത്രുവിനോട് ആയുധമെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അവൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ
മലയാളത്തിന്റെ കവി പോലും അത് പറഞ്ഞില്ലേ, റിപ്പുക്കളോട് ചെന്ന് എതിർത്തിടായി ഇങ്ങോട്ട് എതിർത്തിടും മുമ്പായി ഒരിക്കലും നിങ്ങൾ. എന്താണ് ആ വാക്ക്? റിപ്പുക്കളോട് ചെന്ന് എതിർത്തിടായി ഇങ്ങോട്ട് എതിർത്തിടും മുമ്പായി ഒരിക്കലും നിങ്ങൾ. റിപ്പുക്കളോട്, ശത്രുക്കളോട്, റിപ്പു എന്ന് പറഞ്ഞാൽ ശത്രു അല്ലേ മലയാളത്തിൽ. റിപ്പുക്കളോട് ചെന്ന് എതിർത്തിടായിക. ഒരു ശത്രുണ്ടോ അങ്ങോട്ട് പോയി എതിർക്കാൻ പാടില്ല. അവൻ ഇങ്ങോട്ട് എതിർക്കുന്നതിന് മുമ്പ് ഒരു എതിർപ്പും അങ്ങോട്ട് ഉണ്ടാക്കാൻ പാടില്ല. സ്വരക്ഷക്കെന്നിയെ ഒരിക്കലും ഘടകം കരത്തിലേന്തല മരിക്കുവോളവും. സ്വരക്ഷക്കെന്നിയെ ഒരിക്കലും ഘടകം കരത്തിലേന്തല മരിക്കുവോളവും. സ്വന്തം രക്ഷക്കല്ലാതെ ഒരിക്കലും ആയുധം എടുക്കേണ്ടെന്ന ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മനോഹാരിത. അള്ളാന്റെ റസൂല് 23 കൊല്ലക്കാലം പരിശുദ്ധ ദീൻ സമൂഹത്തിന് സമർപ്പണ പ്രസംഗം നടത്തിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സമൂഹത്തിന് സമർപ്പണം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ ചെയ്ത പ്രസംഗമുണ്ട്. അലാ ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി ഉമിക്കും ഹാദാ കഹുർമതി ശഹരിക്കും ഹാദാ കഹുർമതി ബലദിക്കും ഹാദാ. ആ വാക്കിന്റെ അർത്ഥം വെച്ചത് മലയാളത്തിൽ KG രാഘവൻ നായരാ. KG രാഘവൻ നായർ ആ പരിഭാഷ ശരിക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞൊരു കവിയാണ് അദ്ദേഹം. അദ്ദേഹം മനോഹരമായിട്ട് റസൂലുള്ളാഹിന്റെ പ്രസംഗം പഠിച്ചിട്ട് എഴുതി. അദ്ദേഹം പറഞ്ഞെന്താ? ഈ മാസം ഈ ദിനം പുണ്യഭൂമി ഒക്കെയും നിങ്ങൾക്ക് ശ്രേഷ്ഠമല്ലോ എന്ന പോലെ അന്യന്റെ സ്വാഭിമാനം സമ്പത്ത് ജീവൻ ഇത്യാദിയെല്ലാം സംരക്ഷിച്ചിടുവാൻ നിങ്ങളെല്ലാം ബാധ്യസ്ഥനാണെന്നറിഞ്ഞിടേണം. ഇത്ര മനോഹരമായിട്ടൊരു ഹിന്ദു റസൂലുള്ളാഹിന്റെ പ്രസംഗം എഴുതിയത്. അള്ളാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുക, ഒരു ഹൈന്ദവൻ പരിഭാഷപ്പെടുത്തുക. നമ്മുടെ നാടിന്റെ സൗകുമാര്യതയുടെ മനോഹാരിതയാണ് കാണുന്നത്. അവിടെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. മുസ്ലിമായി ജീവിക്കുക, ഹിന്ദുവായി ജീവിക്കുക, ക്രിസ്ത്യാനിയായി ജീവിക്കുക. കൊമ്പ് കോർക്കലല്ല മക്കളെ ദീൻ, കൊമ്പ് കോർക്കലല്ല മതം. അതല്ല ദർശനങ്ങളും ഭാരതീയ തത്വശാസ്ത്രവും ഒന്നും പഠിപ്പിച്ചത്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മാനവികതയാണ് മതങ്ങൾ പഠിപ്പിച്ചത്. ആ മാനവികതയ്ക്കപ്പുറത്തേക്ക് മനുഷ്യന്റെ മക്കളെ കൊണ്ടുപോകാൻ ആര് ശ്രമിച്ചാലും ബുദ്ധിയും വിവേകമുള്ള മനുഷ്യൻ അതിന് തടയിടണം, ബുദ്ധിപൂർവ്വം അതിന് പ്രവർത്തിക്കണം. ഏതെങ്കിലും ജാഹിലിയങ്ങൾ ചെയ്യുന്ന ജഹാലത്തിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ആത്മീയതയിലേക്ക് മടങ്ങേണ്ടത്. ബദറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ബദർ മുസ്ലിങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ ചെയ്ത പ്രവർത്തനമാണ്. ആ ബദരീങ്ങളാണ് അല്ലാഹുവിന്റെ പരിശുദ്ധത്തിന്റെ മുമ്പന്മാർ. ആ ബദരീങ്ങളെ വെച്ചുകൊണ്ടൊരു കാര്യം പടച്ച റബ്ബിനോട് പറഞ്ഞാൽ റബ്ബുൽ ഇസ്സത്ത് അത് കേൾക്കുമെന്ന് ഉറപ്പാണ്. അതാണ് ഈ മജ്ലിസിന്റെ പ്രത്യേകത. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീല തേടണം. പടച്ച റബ്ബിലേക്ക് നിങ്ങൾ വസീല തേടണം. വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നടത്തേണ്ട പരിശ്രമത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം മഹാന്മാർ അംഗീകരിക്കുക തവസ്സുൽ ചെയ്യുക എന്നുള്ളത് പണ്ടേയുള്ള കാര്യമാണ്. ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനോട് ഒരു കാര്യം പറഞ്ഞാൽ പടച്ചവൻ കേൾക്കും. അപ്പൊ നിങ്ങൾക്കൊക്കെ ചെറിയ സംശയം ഉണ്ടോ, എന്തിനാ ഇപ്പൊ ബദരീങ്ങളെ തവസ്സുൽ നേരിക്കണ്ട് ദ്വാരുന്നാൽ പോരെ? അങ്ങനെ സംശയിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നേരെ ദ്വാരുന്നാൽ മതി. പക്ഷേ മഹാന്മാരെ തവസ്സുൽ ചെയ്ത് ദ്വാരക്കുമ്പോൾ കുറച്ചൊരു ഗുണമുണ്ടാകുന്ന, നല്ലതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് പറഞ്ഞാൽ അതിന് പ്രതിഫലം കൂടും. നല്ല മനുഷ്യന്മാർ ഒരുമിക്കുന്ന സദസ്സിൽ ജീവി സദസ്സിൽ ദ്വാക്ക് ഉത്തരം കൂടുതൽ കിട്ടുന്ന കാരണം നല്ല മനുഷ്യന്മാർ മജ്‌ലിസിലുണ്ടാവും. നല്ലതിൻ്റെ കൂടെ നിന്നാൽ നമുക്ക് ഗുണം കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ മജ്‌ലിസുന്നൂർ ചെല്ലുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകം. മോയിൻകുട്ടി വൈദ്യർ മജ്‌ലിസുന്നൂറിനെ കുറിച്ച് അഥവാ നമ്മൾ ചെല്ലുന്ന ബദർ ബൈത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അദ്ദേഹം കോഴിക്കോട് കിൽസിൻ്റെ അകത്ത് അബൂബക്കർ കുഞ്ഞിക്കാദിന്റെ ദർസ് പോയി പഠിച്ചിട്ടൊരു ഒരു വലിയ കവിത എഴുതിയില്ലേ, ബദറുൽ കുബ്ര. ആ ബദറുൽ കുബ്രയുടെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ബദരീങ്ങളെ ശരിക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അഥവാ ബദരീങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് വല്ലതും ചോദിച്ചാൽ, ബദരീങ്ങളെ മനസ്സിൽ വെക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബദരീങ്ങളോട് തവസ്സുലാക്കുക, ബദരീങ്ങളെ ആരാധിക്കല്ല, ബദരീങ്ങളെ ആദരിക്കുക. ഒരിക്കലും നമ്മൾ ബദരീങ്ങളെ ആരാധിക്കുന്നില്ല, ആദരിക്കുന്നേ ഉള്ളൂ. ഏതുപോലെ നമ്മൾ പരിശുദ്ധ ഹറം ഷരീഫിൽ ചെന്നാൽ എന്താ ചെയ്യുക? തവാഫ് ചെയ്യും. സുന്നത്താണെങ്കിലും നിർബന്ധമാണെങ്കിലും ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും തവാഫ് പ്രധാന. തവാഫ് കഴിഞ്ഞാൽ ആദ്യം 2 റക്അത്ത് നിസ്കാരം ഇബ്രാഹിം മക്കാമിൽ നിസ്കരിക്കണം. ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചൂടെ, ഹിജ്ർ ഇസ്മായിൽ തൊട്ടപ്പുറത്തുണ്ട്, അത് കഅബയാണ്, അവിടെ എല്ലാം നിസ്കരിക്കാൻ പറഞ്ഞത്. വിശാലമായ മത്താഫ്, നല്ല സൗകര്യമുള്ള സ്ഥലമുണ്ട്, അവിടെ എല്ലാം പറഞ്ഞത്. പിന്നെ എവിടെയാ? ഇബ്രാഹിം നബിന്റെ കാലുള്ള അടയാളമുള്ള ഒരു കല്ലിന്റെ ചുവട്ടിൽ. എന്തിനാണ് അവിടെ നിൽക്കുന്നത്? നമ്മൾ അതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞ കല്ലിങ്ങനെ മുമ്പിലുണ്ടാകുമ്പോൾ അതൊരു വ്യക്തിപൂജ ആവൂലേ? ഇബ്രാഹിം നബിന്റെ ഒരു കാലുള്ള കല്ല് എന്തിനാണ് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുമ്പോൾ നമ്മുടെ തലന്റെ മുമ്പിൽ? എന്തിനാ അവിടെ തന്നെ പോയി തല കുത്തുന്നത്?
അല്ല പറഞ്ഞു വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. അല്ല പറഞ്ഞത് അവിടെ തന്നെ നിസ്കരിക്കലാ പുണ്യം എന്നാ. അതിന്റെ അർത്ഥം എന്താ? ഇബ്രാഹിം നബിയെ സ്മരിക്കാതെ അവിടുന്ന് പോകരുത് എന്നാ. അപ്പൊ നമ്മൾ ഈ സുജൂദ് ചെയ്യുമ്പോൾ മുമ്പിലൊരു കാലുള്ള കല്ലുണ്ടല്ലോ, കാലടയാളമുള്ള കല്ല. എന്താ? ഇബ്രാഹിം നബിക്ക് ആദരവ്, ആരാധന പടച്ചോന്, ആരാധന റബ്ബിന്, ആദരവ് ഇബ്രാഹിം നബി തങ്ങൾക്ക്. ഇതാണ് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. അപ്പൊ പ്രശ്നം തീരും. അതാണ് നമ്മുടെ ബദരീങ്ങളോട് കാണിക്കുന്നത്. അതാണ് മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞത്. നിങ്ങൾ നല്ല മനസ്സോടെ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരീങ്ങള, ഹാദിറുണ്ട് വിടത്തിലും തന്മുറാദ് പോൽക്ഷണം ഹാസില. ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ. നല്ല നെയ്യത്തോടു കൂടി നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ, ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്തുമൻ ബദരീങ്ങള, ഹാദിറുണ്ട് വിടത്തിലും തന്മുറാദ് പോൽക്ഷണം ഹാസില. ഉള്ളുറപ്പിലൊരുത്തൻ കോനിൽ ബിഹക്കിഹിം ദുആ തേടുകിൽ, ബിരുത്തമേത് ഫുശുത്തിലാകിലും കിട്ടും ഉത്തരം അജിലായി. നിങ്ങൾ എവിടെ ഇരുന്നിട്ട് ബദരീങ്ങൾ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഉള്ളുറപ്പുണ്ടെങ്കിൽ കിട്ടുന്ന അതിന്റെ അർത്ഥം. യക്കീൻ ഉറപ്പുണ്ടെങ്കിൽ പടച്ചിടപ്പ് ഉത്തരം തരുന്ന. അതാണ് ബദരീങ്ങളെ തവസ്സുൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രത്യേകത. തവസ്സുൽ നമ്മൾ പണ്ടേ തുടങ്ങിയതാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് പഴം പൂജിച്ച സന്ദർഭത്തിൽ പടച്ചോനോട് ചോദിച്ച ചോദ്യം അസ്അലുക ബിഹഖി മുഹമ്മദിൻ അൻ തഗ്ഫിറ ലീന. പടച്ചോനെ, മുഹമ്മദ് നബി തങ്ങളെ ഹക്ക് കൊണ്ട് എനിക്ക് പൊറുക്കണേ എന്നാ പറഞ്ഞത്. അല്ല ചോദിച്ചോ മുഹമ്മദ് നബിന്റെ ഹക്ക് കൊണ്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് നേരെ ചോദിച്ചാൽ പോരേ? അല്ല, അള്ളാഹു പറഞ്ഞവന്താ, എങ്ങനെ നിങ്ങൾക്ക് മുഹമ്മദ് നബി തങ്ങളെ ബോധ്യായി? കൈഫ അറഫ്ത മുഹമ്മദാ ചോദ്യം അങ്ങനെ. അപ്പൊ ആദം നബി തങ്ങൾ പറഞ്ഞു, നീ എന്നെ പടച്ചു, ലമ്മാ ഖലഖ്തനീ വനഫഖത ഫിയ റൂഹി, പടച്ചവനെ നീ എന്നെ പടക്കുകയും റൂഹ് ഊതിത്തരുകയും ചെയ്തപ്പോൾ, നീ എനിക്ക് റൂഹ് തന്നപ്പോൾ, ഫറഫഅതു റഅസി, ഞാൻ എന്റെ തല പൊക്കി നോക്കി, ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി, നിന്റെ അർശിന്റെ തൂണുമ്മ ഞാൻ കണ്ടു, മക്തൂബൻ എഴുതി വെച്ചിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ രണ്ട് പദങ്ങൾ എഴുതി വെച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, അന്നക ലം തുദിഫ് ഇലസ്മിക, നിന്റെ പേരിന്റെ കൂടെ നീ കൂട്ടിച്ചേർക്കയില്ല, ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക, നിനക്ക് പ്രിയപ്പെട്ട മനുഷ്യന്റെ പേരല്ലാതെ നിന്റെ പേരിന്റെ കൂടെ ഒരു മനുഷ്യന്റെ പേരേ ഉള്ളൂ, ഒരു മുഹമ്മദ്. അത് നിനക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യനാണെന്ന് എനിക്ക് ബോധ്യം വന്നു ആ പ്രയോഗം കൊണ്ട്. അതുകൊണ്ട് അസ്അലുക ബിഹഖിഹി, ആ മനുഷ്യന്റെ ഹക്ക് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാഹ്. ഇത് ആദം നബി പറഞ്ഞപ്പോ പടച്ചറപ്പ് പറഞ്ഞു, അസബത്തയാ ആദം, അത് ശരിയാണെന്നാണ് പടച്ചറപ്പിന്റെ വാക്ക്. അപ്പൊ നമ്മൾ തവസ്സുൽ ചെയ്താൽ തെറ്റല്ല. ഇതാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ റൗദാ ഷരീഫിന്റെ മുമ്പിൽ ചെന്നിട്ട് ഉറക്കെ പറഞ്ഞത്, അന്തല്ലദീ ലമ്മ തവസ്സല അദമു മിൻ സല്ലത്തിൻ ബിക ഫഅസ വഹുവ അബാക. നബിയെ, ബാപ്പയായ ആദം നബി തങ്ങളെ നിങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ടാണ് സ്വർഗത്തിൽ നിന്ന് പടം പൂജിച്ച കാര്യത്തിൽ നിന്ന് മോചിതനായത്. എന്താണ് പറഞ്ഞ വാക്ക്? വഖദൽ ഖലീലു ദഅഫ ആദതൻ അറുഹു ബർദം വഖദ ഖമിദത് ബിനൂരി സനാക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെയ്യിലിട്ടപ്പോൾ നിങ്ങളെ വിളിച്ച് തവസ്സുൽ ചെയ്തപ്പോഴാണ് തെയ്യ് നല്ല മനോഹരമായ തണുപ്പായത്. വഖദാക അയ്യൂബുൻ ലിദുർരിൻ മസ്സഹു വഉസില അൻഹു ദുർറു ഹീന ദഅക. അയ്യൂബ് നബിക്ക് ബലാ മുസീബത്ത് വന്നപ്പോൾ നിങ്ങളെ വിളിച്ച് തവസ്സുൽ ചെയ്തപ്പോഴാണ് വഉസില അൻഹു ദുർറ്, ആ ദുർറ് നീങ്ങിയത്. ഇങ്ങനെ എത്ര അനുഭവം പറയുന്ന ആളാരാ? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ്. ആരാണ് ഇമാം അബൂ ഹനീഫ തങ്ങള്? അബൂ ഹനീഫ ഇമാമ് അത് ശിർക്കാണെങ്കിൽ, അത് വിശ്വാസത്തിന് അപകടമാണെങ്കിൽ അദ്ദേഹം എത്രമാത്രം പേടിക്കും? ആരാണ് അബൂ ഹനീഫ തങ്ങൾ? ഈ പറഞ്ഞ ആളാരാ? കൂഫയിൽ ഒരു ആട് കളവ് പോയി 7 കൊല്ലം ആട്ടിറച്ചി കൂട്ടിയില്ല. അല്ലാതെ പേടിച്ചിട്ടാ. ആടിറച്ചി 7 കൊല്ലം കൂട്ടാത്തത് കളവ് പോയ ആടിനെ അറുത്താരെങ്കിലും വിൽക്കുമെന്ന് പേടിച്ചിട്ട്. അങ്ങനത്തെ മനുഷ്യൻ തവസ്സുൽ ചെയ്യുവോ? അങ്ങനത്തെ മനുഷ്യൻ ഖസീദത്തുൻ നുഅ്മാനി എഴുതുവോ? നിങ്ങളൊന്ന് പഠിക്ക്. ആ മഹാനായ മനുഷ്യന്റെ ഒരു ശിഷ്യൻ മരിച്ചുപോയി. ശിഷ്യൻ മരിച്ചപ്പോൾ ഉസ്താദും കുറച്ച് കുട്ടികളും കൂടി മയ്യത്ത് കാണാൻ പോവാണ്. മയ്യത്തെടുക്കാൻ നേതൃത്വം കൊടുക്കാൻ ഉസ്താദ് അവിടെ എത്തണം. വേഗത്തിൽ നടന്നു. വേർത്ത് കുളിച്ച് വേർത്തൊലിച്ചിട്ട് ഇടങ്ങാറായിപ്പോയി. താരിഖിന്റെ കിതാബ് ഒന്ന് വായിക്ക്. വേർത്തൊലിച്ച് ഇടങ്ങാറായപ്പോൾ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് കുട്ടികൾ പറഞ്ഞു, ഉസ്താദെ, കുറച്ചപ്പുറത്ത് കെട്ടിടം കാണുന്നുണ്ട്, നമുക്ക് ആ കെട്ടിടത്തിന്റെ തണലിലൊന്ന് നിന്നിട്ട് വേർപ്പൊന്ന് വറ്റിയിട്ട് പോയാൽ മതി. ഉസ്താദും ഭയങ്കര ക്ഷീണത്തിലായിക്കോട്ടെ, സമ്മതിച്ചു. ആ കെട്ടിടത്തിന്റെ സമീപത്തേക്ക് നടന്നു ചെന്നു. കെട്ടിടം കണ്ടു. ഉസ്താദ് പിന്തിരിഞ്ഞു. ഉസ്താദെ, എന്താ തണലിൽ നിൽക്കുന്നില്ലേ? മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, മക്കളെ, ഈ കെട്ടിടത്തിന്റെ തണൽ ഞാൻ കൊള്ളൂല, ആ കെട്ടിടത്തിന്റെ തണലിൽ ഞാൻ നിൽക്കില്ല മക്കളെ. പ്രിയപ്പെട്ട ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഉസ്താദെ കാരണം? ഉസ്താദ് അവർക്കൊരു ഹദീത്ത് പഠിപ്പിച്ചു കൊടുത്തു. മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, കുല്ലു ഖർദിൻ ജർറമൻ ഫഅതൻ ഫഹുവ റിബൻ.
ആരെങ്കിലും ഒരാൾ കടം വാങ്ങിയിട്ട് ആ കടക്കാരന്റെ കയ്യിൽ നിന്ന് വല്ല ആനുകൂല്യവും പറ്റിയാൽ അത് പലിശയാകും. ഈ ബിൽഡിങ്ങിന്റെ ഉടമ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു തന്നിട്ടില്ല, തരും. അത് തരുന്നതിന്റെ മുമ്പ് ഞാൻ അവന്റെ ബിൽഡിങ്ങിന്റെ തണല് കൊണ്ടാൽ അതെന്റെ പൈസയുടെ പലിശയാകുമെന്ന് പേടിക്കുന്നു. നോക്കണം നിങ്ങൾ, അത് സൂക്ഷ്മതയുടെ അങ്ങേയറ്റമാണ്. അങ്ങനത്തെ മനുഷ്യൻ ഈ തവസ്സുലിന്റെ ബെയ്ത്ത് ചെല്ലുമോ? നേരിയ സംശയമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യുമോ? ചിന്തിക്കും നിങ്ങൾ. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത്, ഒരു നേരിയ സംശയം മനസ്സിലുണ്ടെങ്കിൽ ഇത് ചെയ്യോ? അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇമാം അബൂ ഹനീഫ തങ്ങളൊന്നും അങ്ങനത്തെ പണി ചെയ്യൂല, അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും അവർ ശ്രദ്ധ. നമ്മളെ കുട്ടികൾ നല്ല മനോഹരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പിരിമിന് വരുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവരും അവനോട് കഴിയുന്ന നല്ലൊരു സംഖ്യ അതിലേക്ക് നിക്ഷേപിച്ച് കൊടുക്കണം. ബിസ്മില്ലാഹ്, ഒരു 100 രൂപ എല്ലാവരും ഇട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലെ ഒരു കവർ കൊടുത്തിരുന്നു എന്നാ പറയുന്നത്. ആ കവർ എല്ലാവരും ഇന്നാ തരേണ്ടത്. മജ്‌ലിസ് നൂറിന്റെ സമാപനത്തിൽ ദുആ ഉണ്ടാവും, അപ്പോഴേക്കും നിങ്ങൾ ആ കവറൊക്കെ കൊടുക്കുക. അത് മജ്‌ലിസ് നൂറ് കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടേ പോകാവൂ. നിങ്ങൾ എല്ലാവരെയും കണ്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹു അതിനുവേണ്ടി ചെലവഴിച്ചവർക്കൊക്കെ ഖൈറ് കൊടുക്കുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരും, ഞാൻ ചുരുക്കിയേ പറയുന്നുള്ളൂ. കാരണം ഭക്ഷണമൊക്കെ വരുന്ന ഒരുപാട് സമയമുണ്ട്. ഞാൻ 10 മണിക്ക് അവസാനിപ്പിച്ചു തരുവാണെങ്കിൽ നോക്കാം നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ തവസ്സുൽ അതുപോലെ തന്നെ ഇസ്തിഹാസ പോലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വിശദമായി പറയുകയല്ല ഞാൻ. നമ്മുടെ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു മാർഗരേഖയാണ്. ആ മാർഗരേഖന്റെ ഉള്ളിൽ നമ്മൾ നിൽക്കണം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ലല്ലോ. നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് പ്രിയ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ച മനോഹരമായ കാര്യമാണ്. നമ്മൾ നമ്മുടെ മഹത്തുക്കളായ പൂർവീകരെ ശരിക്കും ആദരിക്കണം, ബഹുമാനിക്കണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്രയോ മക്കബറയിൽ സിയാറത്തിന് നേതൃത്വം കൊടുക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്ത് തവസ്സുൽ ചെയ്ത് ദ്വാരനാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമ്പോൾ ഈ പണിക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ നിൽക്കുമോ? കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള ആൾക്കാർ നിൽക്കുമോ? എത്ര സൂക്ഷ്മതയുള്ള ആൾക്കാർ, ദീനിൽ സൂക്ഷ്മതയുള്ളവരൊക്കെ ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. എന്താ? മുമ്പേ നടന്ന മഹത്തുക്കളെ ആദരിക്കൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കടമയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് വളരെ വിനയത്തിന്റെ താഴ്ന്ന പടിയിൽ നിന്നുകൊണ്ട് പറയുന്നത്, ഈ മജ്‌ലിസ് നൂർ നിങ്ങളുടെ നാട്ടിന് ഏറ്റവും വലിയ ബറക്കത്താണ്. ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ പല പ്രദേശത്തും മജ്‌ലിസ് നൂറിൽ പങ്കെടുത്ത ആളുകൾക്ക് കിട്ടിയ ഗുണം നിങ്ങൾക്കറിയില്ലേ? കാടാമ്പുഴയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരന് കിട്ടിയത് എന്താ? കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. മജ്‌ലിസ് നൂറിൽ പങ്കെടുത്തു. അത്തിപ്പറ്റ ഉസ്താദിന്റെ സ്വലാത്തിൽ പങ്കെടുത്തു. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നീ കുറച്ച് മജ്‌ലിസ് നൂറിൽ പങ്കെടുത്തോ? ആ മജ്‌ലിസ് നൂറിൽ സ്ഥിരമായി പങ്കെടുത്തപ്പോൾ ആ സുഹൃത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച നൽകി. അത്തിപ്പറ്റ ഉസ്താദിന്റെ മനോഹരമായ നിർദ്ദേശവും അതിലുണ്ടായി. ഒരു മഹാൻ നിർദ്ദേശിച്ചു, ഇയാൾ ചെയ്തു, പടച്ചിറപ്പ് ശിഫാവ് കൊടുത്തു. നോക്ക് നിങ്ങൾ, അങ്ങനെ നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെ ഗുണകരമായ കാര്യങ്ങളാണ് ഇതിലൂടെ ലഭ്യമാകാൻ പോകുന്നത്. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനോഹരമായി പരിശുദ്ധ ദീൻ പഠിപ്പിച്ച മഹത്തുക്കൾ അത്തിപ്പറ്റ ഉസ്താദിനെ നോക്ക് നിങ്ങൾ. അദ്ദേഹം ദിക്ർ ഹൽക്ക കൊണ്ട് നടക്കുന്നു, തവസ്സുൽ ചെയ്യുന്നു, ഇസ്തിഹാസ ചെയ്യുന്നു. അതേസമയത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മനോഹരമായ ക്യാമ്പസും നടത്തുന്നു. നിങ്ങൾ അത്തിപ്പറ്റ ഉസ്താദിന്റെ കേന്ദ്രത്തിൽ ഗ്രേസ് വാലിയിൽ നിന്ന് പോയി നോക്ക്. വെള്ളിയാഴ്ച നേരം വെളുത്താൽ പ്രത്യേക ദിക്ർ, അതുപോലെ തന്നെ ആണ്ട് നേർച്ചകൾ, മഹാന്മാരുടെ അനുസ്മരണ സമ്മേളനങ്ങൾ, സ്വലാത്തിന്റെ മജ്‌ലിസ്, തൊട്ടപ്പുറത്ത് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനം. എന്ത് മനോഹരം! 2 വിദ്യാഭ്യാസം, ഒരു കയ്യിൽ ഭൗതികതയും മറു കയ്യിൽ ശരിക്ക് ദീനും, രണ്ടും കൊണ്ട് നടക്കുക. എന്നാൽ സൂഫിസം, യഥാർത്ഥ സൂഫിയതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒരു കയ്യിലും തിരുസുന്നത്ത് മറുകൈയിലും പിടിച്ചുകൊണ്ട് ഒരു കണ്ണുകൊണ്ട് സ്വർഗത്തിലേക്കും മറുകണ്ണുകൊണ്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും 2 കണ്ണുകൊണ്ട് നോക്കുക. എന്നാൽ സത്യത്തെയും അസത്യത്തെയും വിവേചിച്ചറിഞ്ഞുകൊണ്ട് ഇസ്തിഖാമത്തിൽ നിലകൊള്ളുക. ആ രീതിയിൽ സൂഫി ചിന്ത മനസ്സിൽ വളരെ വ്യക്തമായി പതിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തുക്കൾ, അവരൊക്കെ മനസ്സ് നന്നാക്കാനാ പ്രവർത്തിക്കുന്നത്. അവർ മനസ്സ് നന്നാക്കുവാൻ ദിക്റിന്റെ ഹൽക്കയും അനുബന്ധ സംവിധാനങ്ങളും. നമ്മളതല്ലേ ശരിക്കും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമ്മളെപ്പോഴും നമ്മുടെ കൽബിലേക്ക് നോക്കാറില്ല. നിങ്ങളെ കൽബൊന്ന് ചികിത്സിക്കണ്ടേ? എന്തിനാ നമ്മൾ ഈ ദിക്റിന്റെ ഹൽക്ക സംഘടിപ്പിക്കുന്നത്, സ്വലാത്തിന്റെ ഹൽക്ക സംഘടിപ്പിക്കുന്നത്, മജ്‌ലിസ് നൂർ സംഘടിപ്പിക്കുന്നത്? നിങ്ങളൊക്കെ നിങ്ങളെ ദേഹത്തെ ചികിത്സിക്കും. നിങ്ങളെ നശിച്ചു പോകുന്ന തടി നിങ്ങൾ നല്ലോണം ചികിത്സിക്കും. നിങ്ങളെ നശിച്ചു പോകുന്ന തടി നിങ്ങൾ നല്ലോണം ചികിത്സിക്കും. അതേ സമയത്തോ നിങ്ങളെ ദേഹത്ത് നിങ്ങൾക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ട സാധനമുണ്ട്, നിങ്ങളെ കൽബ്. ആ കൽബിനെ നിങ്ങൾ രോഗിയായി എന്നും വലിച്ചിടും. അതിന്റെ രോഗത്തെ നിങ്ങൾ ചികിത്സിക്കുന്ന പ്രശ്നമില്ല.
കൽബിനെ ചികിത്സിക്കാതെ തടി ചികിത്സിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കൽബിലെ രോഗത്തെയാണ് നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത്. ഹൃദയത്തിന്റെ രോഗത്തെ ശരിക്കും ചികിത്സിക്കണം. ഹൃദയത്തിന്റെ രോഗത്തെ ചികിത്സിക്കുമ്പോഴേ മനുഷ്യനായി കിട്ടൂ. ദേഹത്തിന്റെ രോഗം പടച്ചറപ്പിനോട് പറഞ്ഞാൽ മാറാവുന്ന വിധം കൽബാദ്യം നന്നാക്കിയാൽ മതി. നമ്മളൊന്ന് കയ്യെ പൊന്തിച്ചാൽ പടച്ചറപ്പ് സ്വീകരിക്കും. നമ്മുടെ കയ്യനെ പടച്ചറപ്പ് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമുള്ള കൽബിന്റെ ഉടമകളാകണം. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഖദ് അഫ്ലഹ മൻ തസക്ക, തസ്കിയത്തുള്ളവൻ രക്ഷപ്പെട്ടു. മനസ്സ് നന്നായിട്ട് വദക്കറ സ്മ റബ്ബിഹി, പിന്നെ ദിക്ർ ചൊല്ലണം. പിന്നെ ഫസല്ല, നിസ്കരിക്കണം. ചാടിക്കേറി നിസ്കരിച്ചിട്ടും കാര്യമില്ല. ആദ്യം നമ്മളെ സംസ്കരിച്ചിട്ട് ദിക്ർ ചൊല്ലിയിട്ട് പടച്ചറപ്പിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കണം. അതിന്റെ ക്രമം അങ്ങനെയാണ്. ആദ്യം നമ്മൾ നന്നാവാൻ നോക്കണം. ദിക്ർ ചൊല്ലിയിട്ട് നന്നാവല്ല. നല്ല മനസ്സുമായി വന്നിരുന്നിട്ട് ദിക്ർ ചൊല്ലണം. നല്ല മനസ്സുമായി വന്നിട്ട് മജ്‌ലിസിനൂറിൽ പങ്കെടുക്കണം. വെറും ഭൗതികത മാത്രം ലാക്കാക്കി വരരുത്. അള്ളാഹു എൻ്റെ കൽബിന്റെ കറ കളയട്ടെ എന്ന സതുദ്ദേശത്തിൽ വരണം. അപ്പോഴേ നന്നാവൂ. ആ രീതി അവലംബിച്ചുകൊണ്ട് നിങ്ങൾ മാസത്തിലൊരിക്കൽ നടത്തുന്ന ഈ സംഗമത്തിലൊന്ന് വന്ന് നോക്ക്. ആ സംഗമത്തിൽ സ്ഥിരമായി വരുമ്പോൾ പടച്ചറപ്പ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ചെറുതാകില്ല, വലിയ അനുഗ്രഹമാണ്. ഇതുകൊണ്ട് പലർക്കും കിട്ടിയിട്ടുള്ളത്. കണ്ണിന് കാഴ്ച കിട്ടിയവരുണ്ട്, ആഗ്രഹങ്ങൾ നടന്നവരുണ്ട്. കഴിഞ്ഞ തവണ സൗദിയിൽ ചെല്ലുന്ന സമയത്ത് ഹജ്ജിന്റെ വേളയിൽ നമ്മുടെ വിക്കായയുടെ വളണ്ടിയർമാർ സജീവമായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സംഗമത്തിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, മജ്‌ലിസുന്നൂറിൽ പങ്കെടുത്തത് കൊണ്ട് സന്താന സൗഭാഗ്യമുണ്ടായി. അയാൾ മജ്‌ലിസുന്നൂറിൽ പങ്കെടുക്കുമ്പോൾ ഈ നിയ്യത്തോടു കൂടി പങ്കെടുത്തു. ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് പടച്ചറപ്പിനോട് പറഞ്ഞു. അങ്ങനെ ഉള്ളുറപ്പോട് കൂടി ആ മനുഷ്യൻ ദുആ ചെയ്തപ്പോൾ പടച്ചറപ്പ് സാധ്യതമാക്കി കൊടുത്തു. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, പരലോകം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം ബദരീങ്ങളുടെ അസ്മാ ചൊല്ലിക്കൊണ്ടൊരു മനുഷ്യൻ പടച്ചറപ്പിനോട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്താൽ നമ്മൾ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിത്തരാൻ അവരുണ്ടാകും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം അവന്റെ ഫിനിഷിംഗ് പോയിന്റ് നന്നാവലാണ്. അന്തിമ വിജയം അവന്റെ മരണത്തോടടുത്ത സമയത്താണ്. ആ സമയത്ത് പഠിച്ചു പോയാൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കട്ടെ. ആക്കിബത്ത് അള്ളാഹു നന്നാക്കട്ടെ. നിങ്ങളൊക്കെ ശരിക്കും ദുആ ചെയ്യണം. എത്രയോ മനുഷ്യർ സൂഉൽ ഖാത്തിമത്തിനെ തൊട്ട് അള്ളാഹുവിനോട് അഭയം പ്രാപിച്ചിരുന്നു. എന്താ കാരണം? സൂഉൽ ഖാത്തിമത്ത് വലിയ അപകടകരമായ കാര്യമാണ്. ഏത് രീതിയിലാണ് നമ്മൾ മരിച്ചു പോവുക എന്ന് നമുക്കറിയില്ല. ചില്ലറ അദബ് കേട് സംഭവിച്ചാൽ അവസാനം കലിമ ചൊല്ലാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ അപകടകരമായ അവസ്ഥയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിൽ ഒഴിവാക്കാൻ അതിനാണ് നമ്മളിങ്ങനെ സമത്വയുടെ കീഴിലൊക്കെ നിൽക്കുന്നത്. ഇത് സംഘടിപ്പിക്കുന്നത് SKSSFന്റെ കീഴിൽ ആ കുട്ടികൾ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്തിന്റെ പേരിൽ സംഘടിപ്പിച്ചതാണെങ്കിലും ശരി, നിങ്ങളൊക്കെ സമത്വ കേരള ജംഇയ്യത്തിനുമൊക്കെ ഒപ്പം നിൽക്കണം. നമ്മുടെ മഹോന്നതരായ പണ്ഡിതന്മാർ കാണിച്ച വഴിയിലൂടെ പോകണം. നമുക്കൊരു നല്ല നേതൃത്വമുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട കാലത്താണ് നമ്മളിപ്പോഴുള്ളത്. ലോകത്തും ഇന്ത്യയിലും മുസ്ലിങ്ങൾക്ക് അതിശക്തമായ ഭീഷണിയാണ്. നമ്മൾ ഈ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് കർബല മുതൽ ദുരിതം അനുഭവിക്കുന്ന നമ്മൾ, ലോകമഹായുദ്ധത്തിൽ ഒട്ടോമൻ സാമ്രാജ്യം തകർന്നത് മുതൽ ദുരിതം അനുഭവിക്കുന്ന നമ്മൾ, 921 ബ്രിട്ടീഷുകാരെ ചവിട്ടി നിറങ്ങിയപ്പോൾ ദുരിതം അനുഭവിക്കുന്ന നമ്മൾ, ഇപ്പോഴും ഈ കഥ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ദുരിതത്തിന്റെ കഥ പറഞ്ഞിട്ടും കരച്ചില് പറഞ്ഞിട്ടും പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തിരുത്താൻ നമ്മൾ തയ്യാറാവണം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഈ സമൂഹം പാഠം പഠിക്കണം. ഇന്നലത്തെ നമ്മുടെ പതനത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഉയർന്നു വരണം. അതിനെന്ത് വേണം? ആദ്യം വേണ്ടത് ഒരുമയാണ്. നമ്മൾ 100 തുണ്ടമാകാതെ 100 കഷ്ടമാകാതെ ഭിന്നിക്കാതെ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി കഅന്നഹും ബുന്യാനും മർസൂസ്, ഓരായം ചേർത്ത ഉരുക്കുകോട്ട പോലെ നിൽക്കണം. ആരും നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. അതാണ് പ്രശ്നം. ഒരു പൊതുപ്രശ്നത്തിൽ നിങ്ങൾ ഒന്നിച്ചപ്പോ നിങ്ങളുടെ മുമ്പിൽ ഭരണാധികാരികൾ പോലും മുട്ടുമടക്കി നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? അടുത്ത ദിവസമുണ്ടായ അനുഭവമല്ലേ നിങ്ങൾക്ക്? മുസ്ലിങ്ങൾ കൂട്ടായി നിന്നപ്പോ ഈ ഒറ്റക്കെട്ടായ ഒരു സമൂഹം നിന്നാൽ അൽ-ഇജ്തിമാഉ നിഅമത്തുൻ, അള്ളാഹു നമുക്ക് വലിയ നിഅമത്ത് നൽകും. പക്ഷേ നമ്മൾ തുണ്ടമായി ചില്ലറ പ്രശ്നത്തിന് മാത്രമേ ഒന്നിക്കൂ. എന്തുകൊണ്ട് സകല മഹല്ലുകൾക്കും ഒറ്റക്കെട്ടായി നിന്നുകൂടാ? നമുക്കൊരു നല്ല നേതൃത്വത്തിൽ ആ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഒറ്റക്കെട്ടായി നിന്നുകൂടാ? ഭിന്നതയുടെ ശബ്ദം നമ്മിൽ നിന്ന് ഇല്ലാതാക്കിയാൽ ഒരു ശത്രുവും നമ്മുടെ തലക്ക് മീതെ പറക്കില്ല. നമ്മൾ കരയേണ്ടി വരില്ല. നമ്മൾ കരയേണ്ടവരല്ല, നമ്മൾ പരാതി പറയേണ്ടവരല്ല. നിങ്ങൾ ഉന്നതരാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, നിങ്ങൾ പടച്ചറബിനെ സഹായിച്ചാൽ നിങ്ങളുടെ കാൽപ്പാടുകൾക്ക് പടച്ചറബ് ഉറപ്പ് നൽകും, പാദങ്ങളെ പടച്ചറബ് പിടിച്ചു നിർത്തും. മാത്രമല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പിന്നെയും പറയുന്നു, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ അള്ളാഹുവിനെ നിങ്ങളെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹ് എങ്ങനെ നമ്മളെ സഹായിക്കൽ? അള്ളാഹുവിനെ ദീനിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും.
അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങളെ തലക്കുമീത് ഒരു പരുന്തും പറക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായമാണ് മുസ്ലിം ഉമ്മത്തിന്റെ സഹായം. ആ സഹായം നമ്മൾ മേടിക്കുന്ന തരത്തിൽ ഇസ്ലാമിക ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ദീനിയായ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഒറ്റ ഹദീസ് നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞ ഒറ്റ ഹദീസ് നമ്മൾ ഇന്ന് ജീവിതത്തിൽ പകർത്തേണ്ട ഹദീസാണത്. അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു ഈ സമൂഹത്തെ. അള്ളാഹ് പറയുന്നു, ഖുദ്സിയ ഹദീസ, അള്ളാഹു പറയുന്നു, അന മാലിക്കുൽ മുലൂക് വ മലിക്കുൽ മുലൂക്, ഞാനാണ് രാജാതിരാജനായ തമ്പുരാൻ. ഖുലൂബുൽ മുലൂകി ഫീ യദി, രാജ്യം ഭരിക്കുന്നവന്റെ മനസ്സെന്റെ കയ്യിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും അമേരിക്കയിലെ ട്രംപ് ആണെങ്കിലും അവന്റെ കൽബ് മുഴുവൻ കിടക്കുന്നത് പടച്ചറബിന്റെ കരതലത്തിലാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഇന്നൽ ഇബാദ ഇദാ അതാഊനി, അടിമകൾ എന്നെ ശരിക്ക് അനുസരിച്ചാൽ, അഥവാ മുസ്ലിമീങ്ങൾ ഇസ്ലാമിക ജീവിതം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, സൗഹൃദം തകർക്കാതെ, വർഗീയത ഉണ്ടാക്കാതെ, ദീനിൽ അടിയുറച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഷിആർ കൊണ്ട് നടന്നാൽ, വട്ടിപ്പലിശ വാങ്ങാതെ, കള്ളു കുടിക്കാതെ, തമ്മാടിത്തം ചെയ്യാതെ മുസ്ലിങ്ങൾ ജീവിച്ചാൽ, ഹവ്വൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വറഅഫതി, ഭരണാധികാരിയുടെ മനസ്സ് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സ്നേഹരൂപേണ തിരിച്ചുവിടും. സാമൂതിരിപ്പാടിന്റെ മനസ്സ് തിരിച്ചുവിട്ടല്ലോ, സാമൂതിരി പള്ളി കെട്ടി തന്നല്ലോ, സാമൂതിരി സഹായം ചെയ്തു തന്നല്ലോ. ആ മുസ്ലിം തറവാട്ടിലെ ഒരു മനുഷ്യൻ ശരിക്കും ഓർഡർ ഇട്ടു, മുക്കുവ തറവാട്ടിലെ 2 കുട്ടികൾ മുസ്ലിങ്ങളാവട്ടെ. ചരിത്ര പുസ്തകത്തിലെ സാമൂരിൻ ആക്ച്വലി ഓർഡേർഡ്, സാമൂതിരി കൃത്യമായി ഉത്തരവിട്ടു. എന്ത്? 2 കുട്ടികൾ ഒരു തറവാട്ടിൽ നിന്ന് മുക്കുവന്മാർ മുസ്ലിം ആകട്ടെ. 2 പേർ ടു കൺവേർട്ട്, അവര് മതം മാറാൻ. ഫിഷർമൻ ഫാമിലിയിൽ നിന്ന് 2 പേര് കൺവേർട്ട് ചെയ്ത് മുസ്ലിം ആകാൻ സാമൂതിരി ഉത്തരവിട്ടു. എന്താ കാരണം? ഭരണാധികാരിക്ക് മുസ്ലിങ്ങൾക്കെതിരെ നല്ല മനസ്സ് പഠിച്ചോൻ തിരിച്ചുവിട്ടു. ഫൈനൽ ഇബാദ ഇദാ അസൗനി, അടിമകളാകുന്ന പടച്ചറബിന്റെ സൃഷ്ടികളാകുന്ന മുഅ്മിനീങ്ങൾ അള്ളാഹ്ക്കെതിരെ ചെയ്താൽ അവർ പലിശ വാങ്ങും, അവർ വ്യഭിചരിക്കും, അവർ തമ്മാടിത്തം കാണിക്കും, ഐക്യമില്ല, യോജിപ്പില്ല. ഹവ്വൽതു ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിസ്സഖതതി, ഭരണാധികാരിയുടെ മനസ്സ് നിങ്ങൾക്കെതിരെ കോപരൂപേണ തിരിച്ചുവിടും. കോപത്തിന്റെ രൂപത്തിൽ ഭരണാധികാരി നിങ്ങളെ കാണും. വേറൊരു ഹദീസിൽ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹിം അദുവാ, ശത്രു അധികാരത്തിൽ വരും. മുസ്ലിമിന്റെ വലിയ ശത്രു അധികാരത്തിൽ വരുന്ന കാരണം നമ്മളാണ് കുഴപ്പക്കാർ. നമ്മൾ ശരിക്കും ദീനിയായി ജീവിക്കണം. ആ ദീനിയായ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾ പരിശ്രമിക്കുക.